Hello dear students, +2 Niosile ഇംഗ്ലീഷിൽ വരാൻ ചാൻസ് ഉള്ള 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റും ട്ടോ. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഏതൊക്കെ ചാപ്റ്റർ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം, ആ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് വരാൻ ചാൻസ് ഉള്ളത്, എന്തൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം, ഇതൊക്കെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ക്ലിയർ ചെയ്യും. ഓക്കെ, റെഡി? യെസ്. അപ്പം ഇതിൽ ഫസ്റ്റ് വരുന്നത് ഒരു പോം ആണ് അല്ലെ, ഒരു പോം ആണ്. വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ. ഇതാരാണ് എഴുതിയിട്ടുള്ളത്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലെ. വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ എന്നുള്ള പോം എഴുതിയിട്ടുള്ളത്. യെസ്. അപ്പൊ ഇതിൽ വരാൻ ചാൻസ് ഉള്ളത് ഇതിന്റെ സെൻട്രൽ തീം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ സെൻട്രൽ തീം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി മീനിങ് ഓഫ് ഹെഡ് ഇസ് ഹെൽഡ് ഹൈ. ഹെഡ് ഇസ് ഹെൽഡ് ഹൈ എന്നതിന് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്രീഡം. എന്താണ് ഫ്രീഡത്തിന് ഒരു സിഗ്നിഫിക്കൻസ് എന്താ പോയത്തില് നമുക്കറിയാം അല്ലെ. രവീന്ദ്രനാഥ് ടാഗോർ ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് ഏത് കാലഘട്ടത്തിലാണ്? ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരുടെ കീഴിൽ നിൽക്കുന്ന സമയത്ത്, കംപ്ലീറ്റ്ലി ഒപ്രസ്ഡ് ആണ് അല്ലെ. കംപ്ലീറ്റ്ലി ഒപ്രസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് അവർ പേടിച്ച് ജീവിക്കുക. ആ സമയത്ത് എഴുതിയ ഒരു പോം എങ്ങനെയായിരിക്കും? അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതായിരിക്കും ഫ്രീഡം ആണ് അല്ലെ. ഫ്രീഡം. അപ്പൊ ഫ്രീഡത്തിന് സിഗ്നിഫിക്കൻസ് ഉണ്ടോ? ഉണ്ട്, ഫ്രീഡത്തിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. യെസ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഒരു കവിത ആയതുകൊണ്ടാണ് ഇതിന് ഫ്രീഡത്തിന് സിഗ്നിഫിക്കൻസ് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പം സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് മനസ്സിലായില്ലേ? യെസ്. ഇനി ഇതിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് നോക്കാം. വാട്ട് ഡസ് ദ ഫ്രേസ് ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ സജസ്റ്റ് അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇൻ ദ ഐഡിയൽ വേൾഡ് ഡിസ്ക്രൈബ്? ഓക്കെ, അതൊരു ചോദ്യമാണ്. അത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അതേപോലെ തന്നെ വാട്ട് ഡസ് ടാഗോർ മീൻ ബൈ ദ ഹെഡ് ഇസ് ഹെൽഡ് ഹൈ? ഹെഡ് ഇസ് ഹെൽഡ് ഹൈ എന്നതുകൊണ്ട് ടാഗോർ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ള 2 ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയാ വരുന്നത് നോക്കാം അല്ലെ. റെഡി? ദ പോം എക്സ്പ്രസ് ടാഗോർസ് vision of free nation where people live without fear or oppression. Yes, ഈ ഒരു പോയത്തില് ടാഗോർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ടാഗോർ ഒരു വിഷൻ എന്ന് പറയുന്നത് എന്താണ് അല്ലേ? അതായത് നമ്മളെ നാഷൻ, സ്വന്തം നാഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു നാഷന് കംപ്ലീറ്റ്ലി ഫ്രീ ആവുക, പേടിക്കാതെ, ഒപ്രസ്ഡ് അല്ലാതെ ഫ്രീഡത്തോട് ജീവിക്കുക എന്നുള്ള ആ ഒരു വിഷനോട് കൂടെ എഴുതിയിട്ടുള്ളത്. ഇതൊരു ശരിക്കും ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. ഈ ഒരു പോം അല്ലെ, വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ എന്നുള്ള ഈ ഒരു പോം ഒരു പ്രാർത്ഥന, ഒരു പ്രെയർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു സമയത്ത് എന്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ബർഗർ കഴിക്കണമെന്നാണോ? അല്ല. ആ സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഫ്രീ ആയിട്ട് അല്ലെ, ഫ്രീ ആയിട്ട് ചിന്തിക്കുക, ഫ്രീ ആയിട്ട് സംസാരിക്കുക, ഫ്രീ ആയിട്ട് പുറത്തുകൂടി ഇറങ്ങി നടക്കുക, വേറെ ആരും പേടിക്കാത്തൊരു ലോകം, ഇതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ദ പോം എക്സ്പ്രസ് ടാഗോർസ് വിഷൻ ഓഫ് ഫ്രീ നാഷൻ ആണ് അവിടെ പിന്നെ നമ്മുടെ ടാഗോറിന്റെ മെയിൻ വിഷൻ എന്ന് പറയുന്നത്. പീപ്പിൾ ലിവ് വിത്തൗട്ട് ഫിയർ, ആരെയും പേടിക്കാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഓക്കെ, ആരുടെയും കീഴിലല്ലാത്തൊരു സമയം, ഇതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഹെഡ് ഇസ് ഹെൽഡ് ഹൈ, ഈ ഒരു ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഇതൊരു ചോദ്യം വന്നിട്ടുണ്ട് അല്ലെ. യെസ്, ഹെഡ് ഇസ് ഹെൽഡ് ഹൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഗ്നിറ്റി, സെൽഫ് റെസ്പെക്ട് ആൻഡ് ഫ്രീ ഓഫ് തോട്ട്. അപ്പം ഹെഡ് ഇസ് ഹെൽഡ് ഹൈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെയാണോ? അല്ലേ. ഹെഡ് ഇസ് ഹെൽഡ് ഹൈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? തല ഉയർത്തിപ്പിടിച്ച് നമ്മൾ എപ്പോഴും നിൽക്കുക. തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോൺഫിഡൻസ് വേണം അല്ലെ. നമ്മൾ ഒരാൾ പിടിച്ചു വെച്ച് നിൽക്കുകയാണ്, നമ്മൾ ഒരാൾ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാണ്, ആ സമയത്ത് നമുക്ക് ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ? ഡിഗ്നിറ്റി, സെൽഫ് റെസ്പെക്ട്. അതായത് ഹെഡ് ഇസ് ഹെൽഡ് ഹൈ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ആരെയും പേടിക്കാതെ, ആരുടെയും ഒപ്രഷൻ എന്നല്ലാതെ എനിക്ക് എന്നോട് തന്നെ റെസ്പെക്ട് ഉണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എൻ്റെ കാര്യത്തിൽ എനിക്ക് ഡിഗ്നിറ്റി ഉണ്ട്, ആ രീതിയിൽ ഫ്രീ ഓഫ് തോട്ട്സ്, എനിക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റും, എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ എനിക്ക് എന്താക്കാൻ പറ്റൂ? ഹെഡ് ഇസ് ഹെൽഡ് ഹൈ എന്ന് പറയാൻ പറ്റുള്ളൂ. എൻ്റെ തല ഉയർത്തി പിടിക്കാൻ പറ്റും. എൻ്റെ തല ഉയർത്തി പിടിക്കണമെങ്കിൽ എന്താവണം? ഇങ്ങനെയുള്ള കംപ്ലീറ്റ്ലി എന്താണ് ഫ്രീ ആയിട്ടൊരു സിറ്റുവേഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഹെഡ് ഇസ് ഹെൽഡ് ഹൈ എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലേ? യെസ്, ഇറ്റ് reflects the poet's dream of society guided by knowledge, truth and courage. അപ്പം ഈ ഒരു വാക്കുകൊണ്ട് ഈ ഹെഡ് ഇസ് ഹെൽഡ് ഹൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു ലോകം അല്ലെ, ആ ഒരു നാഷൻ കംപ്ലീറ്റ് ആയിട്ട് നോളജ് കൊണ്ടും ട്രൂത്ത് കൊണ്ടും അതേപോലെ കറേജ് കൊണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ആരാഗ്രഹിക്കുന്നത്? ആരുടെ ഡ്രീം എന്ന് പറയുന്നത്? ടാഗോർ ഡ്രീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെഡ് ഇസ് ഹെൽഡ് ഹൈ എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ക്ലിയർ അല്ലേ? യെസ്.
യെസ്, ഓക്കെ. ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു പോം തന്നെയാണ്, നൈറ്റ് ഓഫ് ദി സ്കോപ്പിയോൺ. നൈറ്റ് ഓഫ് ദി സ്കോപ്പിയോൺ എന്ന് പറഞ്ഞ പോമാണ്. ഇതാരാണ് എഴുതിയിട്ടുള്ളത്? നിസിം ഇസ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ പോയറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ ജൂയിഷ് പോയറ്റ് ആയിട്ടുള്ള നിസിം ആണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. യെസ്, അപ്പൊ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, മദറിന്റെ റിയാക്ഷൻ എന്തായിരുന്നു, മെയിൻ തീം എന്താണ്, ഇതൊക്കെയാണ് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നൈറ്റ് ഓഫ് സ്കോപ്പിയോൺ എന്നുള്ള ഒരു പോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്? ഒരു ഇന്ത്യൻ കസ്റ്റം എന്താണുള്ളത്, ഇന്ത്യൻ്റെ ട്രഡീഷൻ എന്താണ്, അതുപോലെ പണ്ട് കാലത്ത് ഇന്ത്യ എന്താണ് സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ് അല്ലെ, അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യയാണ്. അപ്പൊ അത് മെയിൻ ആയിട്ട് പോർട്രേ ചെയ്യുന്നുള്ള ഒരു പോമാണ് എന്ത്, ഈ ഒരു നൈറ്റ് ഓഫ് ദി സ്കോപ്പിയോൺ എന്ന്. മറക്കാൻ പറ്റാത്ത ഒരു രാത്രിയാണ് അല്ലെ, മറക്കാൻ പറ്റാത്ത രാത്രിയാണ്. എന്തുകൊണ്ടാണ്? അമ്മയെ തേള് സ്കോപ്പിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തേളാണ് അല്ലെ, തേളാണ്. അപ്പൊ അമ്മയെ തേള് കടിച്ചിട്ട് അതിന്റെ ഒരു വേദനയിൽ അമ്മ രാത്രി മൊത്തം പൊളയാണ്. ആ സമയത്ത് അമ്മ ആരെ പറ്റിയാ ചിന്തിക്കുന്നത്? സ്വന്തം മക്കളെ പറ്റിയാ ചിന്തിക്കുന്നത് അല്ലെ. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് അല്ലെ, മക്കളെ പറ്റിയാണ് ആ സമയത്തും ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പോമാണ് നൈറ്റ് ഓഫ് ദി സ്കോപ്പ്. അപ്പൊ അതിൽ അമ്മയുടെ സ്നേഹം ഉണ്ട്, ആ ഒരു സഫറിംഗ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എന്താണ്, ഇന്ത്യൻ അന്നത്തെ ഒരു കസ്റ്റം, അന്നത്തെ ഒരു ട്രഡീഷൻ, അന്നത്തെ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്, ഇതൊക്കെ അതിൽ കാണാം അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോമാണ്, ആർക്കും വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു പോമാണ്. യെസ്, അപ്പൊ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ പെസൻസ് ബസിംഗ് ദ നെയിം ഓഫ് ഗോഡ്? യെസ്, അപ്പം അമ്മനെ തേള് കടിച്ച ദിവസം അല്ലെ, അമ്മയെ തേള് കടിച്ച ദിവസം അവിടെ നാട്ടുകാർ മൊത്തം ഓടി കൂടിയിട്ടുണ്ട് അല്ലെ, നാട്ടുകാർ മൊത്തം ഓടി കൂടിയിട്ടുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവരിങ്ങനെ ദൈവത്തിന്റെ പേരുകൾ ഇങ്ങനെ നാമം ചെല്ലുന്നുണ്ട്, ദൈവത്തിന്റെ പേരുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒരു പ്രെയർ പോലെ ഇങ്ങനെ ദൈവത്തിന്റെ പേരുകൾ പറയുന്നുണ്ട്. ഓക്കെ, പെസൻസ്, ആ നാട്ടിലുള്ള പെസൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് അവരെല്ലാവരും ദൈവത്തിന്റെ പേര് പറയുന്നുണ്ട്. അപ്പൊ അതെന്തിനാണ്? അതിന്റെ ഒരു പേർപ്പസ് എന്താണ്? കാരണം അന്ന് അവർ വിശ്വസിച്ച ഒരു കാര്യമുണ്ട് അല്ലെ, ഈ പിന്നെ സ്കോപ്പിയോൺ എന്ന് പറയുന്നത് എന്താണ്? ഈവിൾ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ, ഈവിൾ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ദ പേർപ്പസ് ഓഫ് ദ പെസൻസ് ബസിംഗ് ദ നെയിം ഓഫ് ഗോഡ് ഇൻ നിസിം എക്കിലിസ് നൈറ്റ് ഓഫ് ദ സ്കോപ്പിയോൺ ഇസ് ദ പാരലൈസ് ഓഫ് ഈവിൾ വൺ. യെസ്, അതായത് ഈ സ്കോപ്പിയോൺ എന്ന് പറയുന്നത് എന്താണ്? തേളാണ്, നമുക്കറിയാം. അത് കടിച്ച വിഷം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഇവരുടെ ഒരു വിശ്വാസം എന്താണ്? ഈ തേള് മൂവ് ചെയ്യുന്നോറും എന്താണ്, ഈ വേദന അധികരിക്കും. ഓക്കെ, ഈ കടിച്ചെടുത്തുള്ള വേദന അധികരിക്കും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വേദന അധികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തേൾ എവിടെയെങ്കിലും പാരലൈസ് ആയി പോണേ, അവിടെ മൂവ്മെന്റ് ഇല്ലാതെ എവിടെയെങ്കിലും നിൽക്കണേ എന്നാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അവര് ദൈവത്തിന്റെ പേരുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈവിൾ വൺ എന്നോട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ശ്രദ്ധിക്കണേ, ഈവിൾ വൺ എന്ന് പറയുന്നത് ഇവിടെ സ്കോപ്പിയോൺ ാണ് പറയുന്നത്. ആൻഡ് സ്റ്റോപ്പ് ദ പോയിസൺ സ്പ്രെഡ് ത്രൂ ദ മദേഴ്സ് ബോഡി. അപ്പം അത് ഭയങ്കരമായിട്ട് ചലിച്ചു കഴിഞ്ഞാൽ എന്താണ്, പോയിസൺ പെട്ടെന്ന് ബോഡിയിലേക്ക് കയറും എന്നാണ് അവരുടെ വിശ്വാസം. അത് അവരുടെ ഒരു അന്ധവിശ്വാസമാണ് അല്ലെ. യെസ്, അപ്പം പിന്നെ തേള് ഒരുപാട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലഡിന്റെ ഫ്ലോയില് എന്താണ് പെട്ടെന്ന് ആ വിഷം കയറും എന്നാണ് അവർ ബോഡിയിലേക്ക് വിഷം കയറും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. യെസ്, ദേ ബിലീവ് ദ പോയിസൺസ് എഫക്ട് ഇൻക്രീസസ് വിത്ത് ദ സ്കോപ്പിയോസ് മൂവ്മെന്റ്. അപ്പൊ മൂവ്മെന്റ് കൂടുന്തോറും എന്താണ്, സ്കോപ്പിയോൺ മൂവ് ചെയ്യുന്നതോറും വേദന അധികരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്കോപ്പിയോൺ എവിടെയെങ്കിലും അനങ്ങാതെ നിൽക്കണേ എന്നാണ് ഇവർ ദൈവത്തിന്റെ പേരും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്. സോ ബൈ reciting God's name, they try to immobilize the creature and prevent its toxic influence from worsening. അപ്പം അത് കൂടുതൽ അധികരിക്കാതെ അല്ലെ, അത് വേഴ്സൺ ആവുന്നതിന് പകരമായിട്ട് അതൊന്നും എവിടെയെങ്കിലും അനങ്ങാതെ നിന്നെങ്കിൽ ഈ വേദന കുറയും. അമ്മ അവിടുന്ന് വേദന കൊണ്ട് സഫർ ചെയ്യാണ്, വല്ലാതെ വേദന കൊണ്ട് പൊളിയാണ്. അപ്പൊ ആ സമയത്ത് ഇവരെല്ലാരും പ്രാർത്ഥിക്കുകയാണ് എന്ത്, അതെവിടെയെങ്കിലും അനങ്ങാതെ നിൽക്കണേ, ദൈവത്തിന്റെ പേരുകൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്ലിയർ അല്ലേ? യെസ്, ഇത് ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഇതിൽ വരാൻ ചാൻസ് ഉള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഹൗ ഡസ് ദ മദർ റിയാക്ട് ടു ദ സ്കോപ്പിയോൺ സ്റ്റിങ് ഇൻ ദ പോം നൈറ്റ് ഓഫ് ദ സ്കോപ്പിയോൺ? അമ്മന്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു നമുക്കറിയാലേ. അമ്മ ഭയങ്കര നല്ല വേദന ഉണ്ട്, വേദന 20 hour ആണ് ആ വേദന സഹിച്ചത്. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അമ്മ സഹിച്ചത് 20 മണിക്കൂറാണ്. 20 മണിക്കൂർ ആ വേദന സഹിച്ച അമ്മന്റെ അപ്പോഴത്തെ റിയാക്ഷൻ എന്തായിരുന്നു? വേദന കൊണ്ട് പൊളിയുന്നുണ്ട്. ആ സമയത്ത് കൂടി നിൽക്കുന്ന നാട്ടുകാരൊക്കെ എന്താണ്, പലതും പറയുന്നുണ്ട് അല്ലെ. അന്നത്തെ കാലത്തെ വിശ്വാസം എന്താണ്, ഇത് കടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലെ പാപം പൊറുക്കും, അടുത്ത ജന്മത്തിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പാപം പൊറുക്കും, ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവർ പല കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ വേദന സഹിക്കുന്ന ആൾക്ക് എന്താണ്, നല്ല വേദന ഉണ്ടാവും അല്ലെ. യെസ്, ദ പോം ഹൈലൈറ്റ്സ് ദ മദേഴ്സ് ക്വൈറ്റ് സഫറിംഗ് ആൻഡ് ആക്സെപ്റ്റൻസ്. അപ്പം ഇവിടെ ഈ ഒരു പോയത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്ന എന്താണ്, അമ്മന്റെ എന്താണ് ഒരു വേദന സഹിക്കുന്നില്ല, ആ ഒരു സഫറിംഗ് ആണ്. അത് മിണ്ടാതെ അധികം എന്താണ് ക്വൈറ്റ് സഫറിംഗ് ആൻഡ് ആക്സെപ്റ്റൻസ് വെൻ സ്റ്റങ് ബൈ എ കോർപ്പിയോൺ. അപ്പൊ ഒരു കോർപ്പിയോൺ കടിച്ച സമയത്ത് ആ വേദന, ശരിക്കും സ്ത്രീകൾ ഭയങ്കരമായിട്ട് വേദന സഹിക്കാൻ കഴിവുള്ള ആൾക്കാരാന്ന് പറയാറുണ്ട്. അപ്പം കടിച്ചു പിടിക്കുകയാണ്, ആ വേദന കടിച്ചു പിടിക്കുകയാണ്. ഹർ കൺസേൺ വാസ് നോട്ട് ഫോർ ഹെർസെൽഫ് അല്ലെ. അമ്മന്റെ കൺസേൺ എന്താണ്, എന്നെ കടിച്ചല്ലോ, എന്നെ എന്നാലും കടിച്ചല്ലോ, അതല്ല ചിന്തിക്കുന്നത്. എന്നെ കടിച്ചത് നന്നായി, എന്റെ മക്കളെങ്ങാൻ കടിച്ചിട്ടുണ്ടെങ്കിൽ അവരെത്ര നേരം വേദന സഹിച്ചേനെ, അങ്ങനെ പറഞ്ഞ
പറഞ്ഞിട്ടുണ്ട് അല്ലെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഹർ കൺസേൺ വാസ് നോട്ട് ഫോർ ഹെർസെൽഫ്, അമ്മന്റെ കാര്യത്തിലല്ല നമുക്ക് കൺസേൺ, പിന്നെന്താണ്, ബട്ട് ഫോർ ഹർ ചിൽഡ്രൻ സേഫ്റ്റി, ആ മക്കളെ സേഫ്റ്റിയാണ് അവിടെ നോക്കുന്നത്. എന്നെ കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, എന്റെ മക്കളെ കഴിച്ചിട്ട് അത്രയും നേരം അവർ വേദന സഹിക്കേണ്ടി വരില്ലേ എന്നാണ് അപ്പൊ അമ്മ ചിന്തിക്കുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് maternal sacrifice and endurance. The theme emphasizes reliance and the deep love of the mother. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഉള്ള തീം എന്ന് പറയുന്നത് എന്താണ്, അമ്മന്റെ ആ ഒരു സഫറിങ്, അമ്മന്റെ ലവ്, ഇതൊക്കെ അതിൽ കാണുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്താണ്, സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ് ഇല്ലേ, അന്നത്തെ ആ ഒരു കൾച്ചർ, ഇന്ത്യന്റെ ഒരു മെയിൻ കൾച്ചർ തന്നെയായിരുന്നു ഇത്, ഈ സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ്. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞിരുന്ന ഒരു ഇന്ത്യയായിരുന്നു അന്നത്തെ കാലത്തിൽ. ഇപ്പം കുറവുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അന്നത്തെ കാലത്തുള്ള ഒരു ഇന്ത്യ എങ്ങനെയായിരുന്നു, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞതായിരുന്നു. അപ്പൊ അതാണ് ഇതിൽ സെക്കൻഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു അമ്മന്റെ ലവ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ കാണുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഓക്കെ, അടുത്ത പോം ഏതാണ്, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഈസി ആണ് അല്ലെ, ഈസി ചാപ്റ്റർ ആണ്. ആരാണ് എഴുതിയിട്ടുള്ളത്, കമല സുരയ്യാണ് ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്, ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. യെസ്. അപ്പൊ ഇമോഷൻസ് ഓഫ് ദ സ്പീക്കർ, അപ്പൊ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്, ശ്രദ്ധിക്കുക. ഇമോഷൻ ഓഫ് ദ സ്പീക്കർ ഇമോഷൻ എങ്ങനെ, തുള്ളിച്ചാടിയാണ് അവിടെ നിൽക്കുന്നത്, നമുക്ക് നോക്കാം. സിംബോളിസം ഓഫ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസിന്റെ സിംബോളിസം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പം ഹൂ ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഹൂ ഇസ് ദ പോയിന്റ് ഓഫ് ദ പോം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഇതാരും തെറ്റിക്കരുത്. ആരാണ് പോയിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പോയത്തിലെ പോയിറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, കമല സുരയ്യാണ് ഈ ഒരു പിന്നെ പോയത്തിന്റെ പോയിറ്റ് എന്ന് പറയുന്നത്. യെസ്. ഇനി വാട്ട് ഡസ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് സിംബലൈസ് ഇൻ ദ പോം. ഈ ഒരു പോയത്തിൽ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നതുകൊണ്ട് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് നമ്മുടെ മുത്തശ്ശിന്റെ വീട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഭയങ്കര നൊസ്റ്റാൾജി അല്ലേ, സെയിം സംഭവം, അതന്നെ ഓർത്താൽ മതി. ഓക്കെ, ഓർ വാട്ട് ഇമോഷൻ ഡസ് ദ സ്പീക്കർ എക്സ്പ്രസ് റിഗാർഡിംഗ് ഹർ ഗ്രാൻഡ് മദേഴ്സ് ഇൻ ദ പോം. അപ്പൊ ഗ്രാൻഡ് മദർ കാര്യം പറയുന്ന സമയത്തുള്ള ആ ഒരു ഇമോഷൻ എങ്ങനെ, സ്പീക്കർ ഇമോഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്കറിയാം. നമുക്ക് നോക്കാം അല്ലെ, ആൻസർ എങ്ങനെ വരുന്നത് നോക്കാം. ദ ഹൗസ് സിംബലൈസസ് ഓഫ് ലവ്. ആ ഒരു വീട് എന്ന് പറയുന്നത് എന്താണ്, സ്നേഹം നിറഞ്ഞ വീടാണ് അല്ലെ. അതായത് അവിടെ ജീവിച്ചിരുന്ന ആ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹിച്ച, കമല സുരയ്യ ഒരുപാട് സ്നേഹിച്ച മുത്തശ്ശിയാണ്. അപ്പം ആ മുത്തശ്ശിനെ പറയുന്ന സമയത്ത് അതെന്താണ്, ഒരുപാട് സ്നേഹം നിറഞ്ഞ വീടാണത്. സെക്യൂരിറ്റീസ്, അതാണ് ഭയങ്കര ഒരു സുരക്ഷിതം ഫീൽ ചെയ്ത ഒരു വീടാണ്. ആൻഡ് വാംത്ത് അല്ലെ, അതായത് മുത്തശ്ശിന്റെ ചൂടും മുത്തശ്ശിന്റെ സ്നേഹവും മുത്തശ്ശിന്റെ ആ ഒരു പിന്നെ സെക്യൂരിറ്റിയും എല്ലാം കൂടെ നിറഞ്ഞിട്ടുള്ള ഒരു വീടാണ് എന്ത്, ആ ഒരു ഹൗസ് എന്നതുകൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. ദ സ്പീക്കർ എക്സ്പ്രസ് സാഡ്നസ് ആൻഡ് ലോങ്ങിങ് ഫോർ ദ അഫെക്ഷൻ വൺസ് റിസീവ്ഡ് ദെയർ. അപ്പം ഇവിടെ എന്താണ്, ഇപ്പൊ അവിടെ മുത്തശ്ശി ഉണ്ടോ, ഇപ്പൊ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ മുത്തശ്ശി ഉണ്ടോ, ഇല്ല, വീട്ടിൽ ആരുമില്ല, ആ വീട് കംപ്ലീറ്റ്ലി എംപ്റ്റി ആണ്. അവിടെ എന്താണ്, ഫുള്ള് പൊടി പിടിച്ച് മറ്റേ പാമ്പൊക്കെ എഴുതി ബുക്കിലൂടെ പാമ്പ് എഴുതുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി എന്താണ്, ആ വീട് കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ആണ്, അവിടെ ആരുമില്ല, ആൾതാമസമില്ലാത്ത വീടാണ്. അപ്പൊ ഇപ്പൊ എന്താണ് സ്പീക്കറുടെ അവസ്ഥ എന്താണ്, ആ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സന്തോഷം ഉണ്ടാവോ, ഇല്ല, സങ്കടമാണ് അല്ലെ. സ്പീക്കർ എക്സ്പ്രസ് സാഡ്നസ്, ആ സമയത്ത് മുത്തശ്ശി അവിടെ അല്ല, ആ സ്നേഹം തരുന്ന മുത്തശ്ശി അവിടെ അല്ല. അപ്പൊ ആ ഒരു സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് എന്താണ്, സങ്കടമാണുള്ളത്. ആൻഡ് ലോങ്ങിങ് ഫോർ ദ അഫെക്ഷൻ, അതേപോലെ എന്താണ്, സ്നേഹത്തിന് വേണ്ടിയിട്ടില്ലേ, ആ ഒരു അഫെക്ഷന് വേണ്ടിയിട്ടുള്ള ലോങ്ങിങ് അല്ലെ, അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വൺസ് റിസീവ്ഡ് ദെയർ, ആ ഒരു ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് അവിടെ നിന്ന് എന്താണ് ആ സ്നേഹം കിട്ടിയിരുന്നു, ഇപ്പൊ എനിക്കത് കിട്ടുന്നുണ്ടോ, ഇല്ല. ഇറ്റ് റെപ്രസെന്റ്സ് എ ലോസ് പാസ്റ്റ് ആൻഡ് ഇമോഷണൽ എംപ്റ്റിനെസ് ഇൻ ദ പ്രസന്റ്. അപ്പൊ ഇത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ലോസ് പാസ്റ്റ്, നഷ്ടപ്പെട്ടു പോയ ഒരു പണ്ടത്തെ കാലം അല്ലെ, നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇമോഷൻ എംപ്റ്റിനെസ് ഇൻ ദ പ്രസന്റ്. അപ്പൊ ഇപ്പൊ എന്താണ് ഒരു ഇമോഷൻസ് അല്ലെ, ഇപ്പൊ കംപ്ലീറ്റ്ലി എന്താണ്, പിന്നെ ഇപ്പൊ അവര് ഫീൽ ചെയ്യുന്ന എന്താണ്, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, എനിക്ക് സ്നേഹത്തിന് വേണ്ടി ഓരോ വാതിലും പോയി മുട്ടാണെന്ന് പറയുന്നുണ്ട്, ആ ഒരു എഫെക്ഷന് വേണ്ടിയിട്ട് ഓരോ വാതിലും പോയി മുട്ടാന്ന് പറയുന്നുണ്ട്. യെസ്. അപ്പൊ ആ ഒരു എംപ്റ്റിനെസ്സും ഒക്കെ ഇവിടെ കാണാം. ഓക്കെ, ക്ലിയർ അല്ലേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ. യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് പോമാണ്, ദ റോഡ് നോട്ട് ടേക്കൺ. ഇതാരാണ് എഴുതിയിട്ടുള്ളത്, റോബർട്ട് ഫ്രോസ്റ്റ് ആണ് അല്ലെ, റോബർട്ട് ഫ്രോസ്റ്റ് ആണ് ദ റോഡ് നോട്ട് ടേക്കൺ. അപ്പൊ ഈ ഒരു പോയത്തിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ വരാൻ ചാൻസ് ഉള്ള ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സെൻട്രൽ തീമാണ്. ഏതൊരു പോം പഠിക്കുമ്പോൾ അതിന്റെ സെൻട്രൽ തീം എന്താന്നുള്ളത് നോക്കിയിട്ട് പോകണം കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മീനിങ് ഓഫ് ടു റോഡ്, 2 വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലെ. 2 വഴി എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളതാണ്. അപ്പൊ ഇതിന്റെ സെൻട്രൽ തീം എന്താണെന്ന് ചോദിക്കും, 2 റോഡ്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്തായാലും നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പൊ റോഡ് നോട്ട് ടേക്കണിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വൈ മൈ ദ സ്പീക്കർ ബിലീവ് ദാറ്റ് ദ സെക്കൻഡ് റോഡ് ഹാസ് ദ ബെറ്റർ ക്ലെയിം. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കും, ബെറ്റർ ക്ലെയിമോ, അങ്ങനെ ചെന്താ അങ്ങനെ ചോദിക്കില്ലേ. അപ്പൊ നമുക്കറിയാം ഇത് 2 റോഡിന്റെ കഥയാണ്. 2 റോഡിന് ഒരാള് 2 റോഡിന്റെ 2 ദിശയിലെത്തി നിൽക്കുന്ന സമയത്ത് ഇതിലെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരിക,
വഴിയാണ്, അപ്പൊ ഈ റോഡ് ഞാൻ ചൂസ് ചെയ്യാണ്, ആ റോഡിലേക്ക് പോകാൻ പറ്റില്ല. ഇതാണ് ഇതിലെ തീം എന്നൊക്കെ നമുക്കറിയാം, ഇതാണ് ഈ പോയത്തിൽ പറയുന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ ബെറ്റർ ക്ലെയിം എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. അതാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് കേട്ടോ. ദ സ്പീക്കർ ബിലീവ്സ് ദ സെക്കൻഡ് റോഡ് ഹാസ് എ ബെറ്റർ ക്ലെയിം ബിക്കോസ് ഇറ്റ് അപ്പിയേഴ്സ് ലെസ് ട്രാവൽഡ് ആൻഡ് മോർ ഗ്രാസി. അല്ലെ, രണ്ട് റോഡിലേക്ക് നോക്കുകയാണ്. ഒരു റോഡിലേക്ക് നോക്കുമ്പോൾ എന്താണ്, ഓക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ പോയിട്ടുള്ള റോഡാണ്. ഒരു എന്താ പറയുക, നമ്മൾ ഈ പുല്ലിന്റെ മുകളിൽ കൂടെ നടന്ന വഴിയാണെങ്കിൽ പുല്ലൊക്കെ കംപ്ലീറ്റ്ലി ഇങ്ങനെ പതിഞ്ഞ് നിൽക്കൂലേ, ആരും നടക്കാത്ത കാടാണെങ്കിൽ പുല്ലൊക്കെ മുളച്ച് അങ്ങനെ നിൽക്കില്ലേ. അപ്പൊ ഒരു റോഡിലേക്ക് നോക്കുമ്പോൾ എന്താണ്, ഓക്കെ ആൾക്കാർ പോയിട്ടുള്ള വഴിയാന്ന് മനസ്സിലാവും. ഈ റോഡ് നോക്കുമ്പോൾ എന്താണ്, ഈ റോഡ് ആരും നടന്നിട്ടില്ല, ഇതുവരെ ആരും നടക്കാത്ത വഴിയാന്ന് മനസ്സിലാവും അല്ലെ. ബെറ്റർ ബിക്കോസ് ഇറ്റ് അപ്പിയേഴ്സ് ലെസ് ട്രാവൽഡ് അല്ലെ, അധികം ആരും പോവാത്തൊരു വഴിയാണ്, നല്ല പുല്ലൊക്കെ നിറഞ്ഞിങ്ങനെ അധികം ആരും പോവാത്ത വഴിയാണ്. ആൻഡ് മോർ ഗ്രാസി സജസ്റ്റിംഗ് ഇറ്റ് ഈസ് ലെസ് worn and therefore represent a less conventional or unexplored path. ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു വഴിയാണ്. നമ്മൾ ഈ പണ്ടത്തെ കാലത്തൊക്കെ, അതായത് കുറച്ചു മുമ്പ്, ഇപ്പൊ CA CMA എന്നൊക്കെ പറഞ്ഞ കോഴ്സ് ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആണല്ലേ. അതായത് ഈ പണ്ടൊക്കെ ഈ എഞ്ചിനീയർ, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ കുറച്ച് കോഴ്സുകളിലേക്ക് മാത്രമേ ആൾക്കാർ പോകാറുള്ളൂ. ഈ വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കുമ്പോൾ അതൊക്കെ ഇപ്പൊ ആരും പഠിക്കുമോ, അതൊക്കെ പഠിച്ചാൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ രണ്ട് വഴിയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പം കൂടുതൽ ആൾക്കാർ ഡോക്ടർ, എഞ്ചിനീയർ, ആർക്കിടെക്ചർ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതൊന്നും അല്ലാതെ വേറെ കോഴ്സിലേക്ക് പോകുന്ന ആൾക്കാർ വളരെ റെയർ ആയും. ഈ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ പണ്ടത്തെ കാലത്ത് ഇങ്ങനെയുള്ള കോഴ്സുകളിലൊക്കെ ഒന്നും അധികം ആൾക്കാർ CA CMA എന്ന് പറഞ്ഞ കോഴ്സൊന്നും ആർക്കും അറിയ പോലുമില്ല. അപ്പൊ അങ്ങനെ അധികം ആൾക്കാർ ട്രാവൽ ചെയ്യാത്തൊരു വഴിയാണ് എന്ത്, ഈ ഒരു സെക്കൻഡ് റോഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സജസ്റ്റിംഗ് ഇറ്റ് ഈസ് ലെസ് വോൺ, അധികം ആൾക്കാർ ആരും പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്താണ്, ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു വഴിയാണ്. അപ്പം ഇങ്ങനെ പറയാണ്, വിച്ച് മേ ഹോൾഡ് എ ഗ്രേറ്റർ അപ്പീൽ ടു സ്പീക്കർ സീക്കിംഗ് സംതിങ് ന്യൂ ആൻഡ് ഡിഫറെന്റ് ഫ്രം ദ മോർ വെൽ വോൺ ഫസ്റ്റ് റോഡ്. അപ്പൊ ഫസ്റ്റ് റോഡിനേക്കാളും സെക്കൻഡ് റോഡ് എന്താണ്, കുറച്ചും കൂടെ എന്താണ് ഇൻട്രസ്റ്റിംഗ്, കുറച്ചുകൂടി ഫാസിനേറ്റിംഗ്. കാരണം ഇതിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്ത എന്തോ ഇവിടെ ഉണ്ടാവും അല്ലെ. നമ്മൾ എല്ലാവരും പോകുന്ന ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെ പോവാതെ അധികം ആൾക്കാർ പോവാത്തൊരു ഫീൽഡ് പിടിക്കുമ്പോൾ എന്തായിരിക്കും, ഓക്കെ അതായത് എന്താണ്, ആരും എക്സ്പ്ലോർ ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അല്ലെ, പുതിയൊരു തലത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അപ്പൊ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത വഴി നമുക്കൊന്ന് യൂണീക്ക് ആവണ്ടേ അല്ലെ, നമുക്കൊന്ന് യൂണീക്ക് ആവേണ്ട പുതിയ വഴിയിലൂടെ ആര് നടക്കുകയാണ്, നമ്മളുടെ പോയിട്ട് നടക്കുകയാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? യെസ്, ദ ബെറ്റർ ക്ലെയിം എന്നോട് ഉദ്ദേശം എന്താന്ന് ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെ, വാട്ട് ഡു ദ ടു റോഡ് സിംബലൈസ് ഇൻ ദ പോം? ഈ ഒരു പോയത്തിലെ രണ്ട് റോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? നമുക്ക് രണ്ട് വഴി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ഇതുകൊണ്ട് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ റോഡ് നോട്ട് ടേക്കൺ? ഇതിന്റെ സെൻട്രൽ തീം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഇത് ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹൗ ഈസ് ഇറ്റ് കൺവേഡ് ത്രൂ ദ പോം? ഈ ഒരു പോയത്തിലൂടെ ഇത് എങ്ങനെയാണ് കൺവേ ചെയ്യുന്നത്, ഈ ഒരു തീം എങ്ങനെയാണ് കൺവേ ചെയ്യുന്നത് നമുക്കറിയാലോ. നോക്കാം. ദ ടു റോഡ് സിംബലൈസസ് ലൈഫ് ചോയ്സസ്. അപ്പൊ രണ്ട് റോഡ് എന്ന് പറയുന്നത് എന്താണ്, ജീവിതത്തിന്റെ രണ്ട് ചോയ്സസ്. നമുക്ക് എപ്പോഴും ഓരോ പോയിന്റിലും എത്തുന്ന സമയത്ത് നമുക്ക് 2-3 ചോയ്സസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഭയങ്കര കൺഫ്യൂസ് ആയിരിക്കും. ഇപ്പൊ 10th കഴിഞ്ഞ സമയത്ത് +1 +2 നമുക്ക് 3 ചോയ്സ് ഉണ്ട്, കൊമേഴ്സ് എടുക്കണം, സയൻസ് എടുക്കണം, ഹ്യൂമാനിറ്റീസ് എടുക്കണം. ഇത് കഴിഞ്ഞ് ഇങ്ങനെ സയൻസ് ആണ് ഇപ്പൊ എടുത്തെങ്കിൽ പിന്നെ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട്, ഇനി അതല്ല വേറെ വല്ല ഫീൽഡാണ് അതിലൊരുപാട്. അപ്പൊ ആകെ നമ്മൾ ഓരോ ലൈഫിൽ ഓരോ പോയിന്റിൽ എത്തുമ്പോൾ, നമ്മൾ എന്താ ഓരോ ടേണിംഗ് പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് റോഡുകൾ നമ്മൾ മുമ്പിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ലൈഫിലെ ചോയ്സസിനെ പറ്റിയാണ് ഈ രണ്ട് റോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ലൈഫിലെ ചോയ്സിനെ പറ്റിയാണ് ഈ രണ്ട് റോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്. The poem highlights individuality and the impact of decision of life journey അല്ലെ. ഈ ഒരു പോയത്തിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്, ഇൻഡിവിജ്വാലിറ്റി അല്ലെ. ഇങ്ങനെ ഒരു ഘട്ടം വരുന്ന സമയത്ത് 10 കഴിഞ്ഞ് +1 +2 എന്ന് പറയുന്ന സമയത്ത് ഓക്കെ കൂടുതൽ കുട്ടികളുടെ മൈൻഡിലുണ്ടാവും സയൻസ് എടുക്കാം, കൊമേഴ്സ് എടുക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ പാരന്റ്സ് എന്ത് ചെയ്യും, സയൻസ് എടുത്തോ, കുറെ പല ഫീൽഡിലേക്ക് പോവാം, സയൻസ് എടുത്തോ. അപ്പൊ അവിടെ നമ്മൾ കൊമേഴ്സോ അല്ലെ നമ്മളെ ഇഷ്ടത്തിനാണ് നമ്മൾ എടുക്കുക. അവിടെ ഇൻഡിവിജ്വാലിറ്റിയാണ് കാണിക്കുന്നത് അല്ലെ. എന്റെ ചോയ്സ് ആണ്, എന്റെ ലൈഫാണ്, എന്റെ ചോയ്സ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഴ്സ് എടുക്കുന്ന സമയത്ത് ഓക്കെ നമുക്കറിയാം നമുക്ക് ഏതാ പഠിക്കാൻ പറ്റുക. അപ്പൊ അവിടെ ഒരു ഇൻഡിവിജ്വാലിറ്റി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ ഇമ്പാക്ട് ഓഫ് ദ ഡിസിഷൻ, നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഇനിയിപ്പോ റൈറ്റ് ആവട്ടെ റോങ് ആണ്. നമ്മൾ കൊമേഴ്സ് എടുത്ത് കഴിഞ്ഞ് സയൻസ് എടുത്താൽ മതി കുറച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ സയൻസ് എടുക്കാത്തത് നന്നായി എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ ഇമ്പാക്ട് ഓഫ് ഡിസിഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ എടുത്ത ഡിസിഷനിലുള്ള ഒരു ഇമ്പാക്ട്, നമ്മളെ ചോയ്സ് ആണ്, നമ്മളെടുത്ത ചോയ്സിൽ നമുക്ക് ഉണ്ടാവുന്ന ഇമ്പാക്ട് നമുക്ക് മനസ്സിലാവും. ഓൺ ലൈഫ് ജേർണി, അത് നമ്മളെ ലൈഫ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അല്ലെ, +2 കഴിഞ്ഞ് ഇപ്പൊ കൊമേഴ്സ് ആണ് എടുത്ത് +2 കഴിഞ്ഞ് അത് കഴിഞ്ഞ് BCom കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്തേക്കും ഇനിയിപ്പോൾ എന്തെടുക്കും, അന്ന് സയൻസ് എടുത്തതിന് 2 കൊല്ലം വല്ല മെഡിക്കൽ കോഴ്സ് ചെയ്ത് അങ്ങനെ നമ്മൾ ചിന്തിക്കും. ചിലപ്പോൾ നേരെ തിരിച്ച് ചിന്തിക്കും, ഓക്കെ എനിക്ക് MBA ഒക്കെ പോവാം. അങ്ങനെ നമ്മൾ പുതിയ വഴികൾ കാണാം. യെസ്, ദ തീം റിഫ്ലെക്ട്സ് ദ ഹ്യൂമൻ ഡെലിമ ഇൻ മേക്കിംഗ് ചോയ്സസ് ആൻഡ് ഹൗ ദോസ് ചോയ്സസ് ഷേപ്പ് അവർ ഫ്യൂച്ചർ. അപ്പൊ ഈ ഒരു തീമിൽ ഈ ഒരു മെയിൻ ആയിട്ട് ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണ്, നമ്മളെ ചോയ്സസ് നമ്മളെ ലൈഫിനെ എങ്ങനെ ടേൺ ചെയ്യും അല്ലെ, നമ്മൾ മുന്നോട്ടുള്ള ലൈഫിനെ എങ്ങനെ ടേൺ ചെയ്യും, എങ്ങനെ മാറ്റി മറിക്കും, നമ്മൾ ഓരോ ചോയ്സസും നമ്മളെ ലൈഫിനെ എങ്ങനെ മാറ്റിയെടുക്കും എന്നാണ് നമ്മൾ ഈ ഒരു പോയത്തിലെ തീമിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്.
ഇനി അടുത്തൊരു പ്ലേ ആണ് കേട്ടോ. ഇഫ് ഐ വേർ യു എന്നിട്ടുള്ള ഒരു പ്ലേ ആണ്, എന്നൊരു പ്ലേ ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, ഇത് ശ്രദ്ധിക്കണേ. ഇതിലത്തെ മെയിൻ 2 ക്യാരക്ടേഴ്സ്, 2 ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ, മെയിൻ 2 ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ആരൊക്കെയാണ്? ജെറാർഡും അതേപോലെ തന്നെ ഇൻട്രൂഡറും. ഇൻട്രൂഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രിമിനൽ ആണ്, ഒരു കുറ്റവാളിയാണ് ഇൻട്രൂഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇൻട്രൂഡറിന്റെ പ്ലാൻ എന്താണ്, ജെറാൾഡ് എങ്ങനെയാണ് എസ്കേപ്പ് ആയത്, അതേപോലെ തന്നെ വിറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി, അതേപോലെ തന്നെ നമ്മൾ നമ്മളെ പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലേ, നമ്മൾ ജെറാൾഡ് യൂസ് ചെയ്ത ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മളൊന്ന് നോക്കാം. Yes. What does the Gerard claim in his bag? ഇത് 2 മാർക്കിന് ചോദ്യമാണ് കേട്ടോ. ജെറാൾഡ് അവന്റെ ബാഗിൽ ഉണ്ടെന്ന് ക്ലെയിം ചെയ്തത് എന്താണ് ഇതിലെ സ്റ്റോറി? ജെറാൾഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വളരെ ഷോർട്ട് ആയിട്ട് പറയാം കേട്ടോ. ജെറാൾഡ് എന്ന് പറയുന്നത് വളരെ മിസ്റ്റീരിയസ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അവിടേക്ക് ഒരു ഇൻട്രൂഡർ വരികയാണ്. ഇൻട്രൂഡർ എന്ന് പറയുന്നത് ക്രിമിനൽ ആണല്ലേ. ക്രിമിനൽ വന്ന് ഇങ്ങനെ തോക്ക് ചൂണ്ടി പറയാണ്, മര്യാദയ്ക്ക് അനങ്ങാതെ നിന്നോ, ഞാനിപ്പം എന്ത് ചെയ്യും, നിന്നെ ഞാൻ ഇപ്പം കൊല്ലും, എനിക്ക് നിന്റെ ഐഡന്റിറ്റി വേണം എന്ന് പറയാണ്. അപ്പൊ ജെറാൾഡ് വളരെ എന്താണ്, പ്രസൻസ് ഓഫ് മൈൻഡുള്ള ആളാണല്ലേ, വളരെ വിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാൾ എന്താ ചെയ്യാ, ഓക്കെ ഞാനും നിന്നെ പോലെ തന്നെ ഒരു ക്രിമിനൽ ആണ്, എന്നെ ഇപ്പോൾ പോലീസ് പിടിക്കാൻ വരും അങ്ങനെ പറയാണ്. അപ്പോൾ ഇൻട്രൂഡർ ആകെ കൺഫ്യൂഷൻ ആയി. അപ്പം ആ ഡോറ് പോയി തുറക്കെന്ന് പറഞ്ഞ സമയത്ത് അയാൾ ഡോറ് തുറക്കുകയും ആ ഒരു കബോർഡിൽ ഇയാളെ പൂട്ടിയും അങ്ങനെ പോലീസിനെ പിടിച്ചിങ്ങനെ ആ ഇൻട്രൂഡറെ പോലീസിന് കൈമാറുകയും ചെയ്യാണ്. അതിന് എന്താ പറയുക, നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ്. ആ ഒരു തക്ക സമയത്ത് അയാൾ ബുദ്ധി ഉപയോഗിച്ചില്ലേ, തക്ക സമയത്ത്, അല്ലെങ്കിൽ ഇയാളെ കൊല്ലില്ലായിരുന്നോ, ആ ഇൻട്രൂഡർ വന്ന് കൊല്ലില്ലായിരുന്നോ? യെസ്. അപ്പൊ ജെറാൾഡ് എന്താണ് അവന്റെ ബാഗിൽ ഉണ്ടെന്ന് ക്ലെയിം ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അതായത് ജെറാൾഡ് പറയാണ്, ഞാനും നിന്നെ പോലെ തന്നെ ഒരു ക്രിമിനലാണ്, എന്റെ ബാഗിലേക്ക് നോക്ക്, കണ്ടില്ലേ എന്റെ കയ്യിലുള്ള സാധനങ്ങൾ കണ്ടില്ലേ, അപ്പൊ എനിക്ക് മനസ്സിലായിവിടെ ഞാനും എന്നെ പോലെ ഒരു ഇൻട്രൂഡർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജെറാൾഡ് എന്താണ് അവന്റെ ബാഗിൽ ഉണ്ടായിരുന്നത്, അങ്ങനെ അവനെ കാണിച്ചു കൊടുത്ത് ഞാനും നിന്നെ പോലെ ഇൻട്രൂഡർ ആണെന്ന് പറയാനുള്ള എന്താണ് അവന്റെ ബാഗിൽ ഉണ്ടായിരുന്നത് നോക്കാം. ജെറാൾഡ് claims that his bag contains theatrical props like makeup, materials and disguise which he used in the profession as a playwright. ശരിക്കും ജെറാൾഡ് ആരാണ്? ഒരു പ്ലേ റൈറ്റർ ആണ് അല്ലെ, ഒരു പ്ലേ റൈറ്റർ ആണ്. അപ്പൊ അവന് പ്ലേ റൈറ്റർ ആയതുകൊണ്ട് തന്നെ പിന്നെ പല പ്ലേസിലായിട്ട് ആവശ്യം ഉണ്ടാവും അല്ലെ. പ്ലേ നടത്തുന്ന സമയത്ത് അവര് മുസ്റ്റാച്ച് യൂസ് ചെയ്യും, മേക്കപ്പ് യൂസ് ചെയ്യും, അങ്ങനെയുള്ള കുറെ സാധനങ്ങളുള്ള കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് അവരുടെ. അപ്പൊ ഞാനും നിന്നെ പോലെ ഇങ്ങനെ വേഷം മാറി നടക്കുകയാണ്, ഇപ്പോൾ അതിനുള്ള പ്രോപ്പർട്ടീസ് ആണ് എന്റെ ബാഗിലുള്ളത് എന്ന് പറയാണ്. He says this is to mislead the intruder and to show that he often plays different roles in work. അപ്പൊ എന്റെ വർക്കിൽ ഞാൻ ഇതേപോലെ, ഞാനിപ്പോ നിന്നെ പോലെ തന്നെ എന്താണ് പല വേഷം കെട്ടി നടക്കുകയാണ്, കാരണം എന്നെയും പോലീസ് പിടിക്കും, ഞാൻ നിന്റെ അതേ അവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്, നോക്ക് എന്റെ ബാഗിലേക്ക് നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അവന്റെ ബാഗിലുള്ള എന്താണെന്ന് ക്ലിയർ അല്ലേ? യെസ്, theatrical props like makeup, materials and disguise which he used in the profession. അവന്റെ പ്രൊഫഷൻ ആയിട്ടുള്ള, അവൻ ശരിക്കും ആരാണ്? ജെറാൾഡ് ആരാണ്? ഒരു പ്ലേ റൈറ്റർ ആണ് അല്ലെ. അപ്പം ശരിക്കും അയാളുടെ പ്രൊഫഷനിൽ അയാൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സും കാര്യങ്ങളും ആണ് ആ ബോക്സിലുള്ളത്. പക്ഷെ ഇയാളോട് പറഞ്ഞതാണ്, ഞാൻ നിന്നെ പോലെ തന്നെ ഒരു ഇൻട്രൂഡർ ആണ്, ഞാനൊരു ക്രിമിനൽ ആണ്, അതുകൊണ്ട് എന്റെ ബാഗിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിശ്വാസമായില്ലേ നോക്ക് എന്ന് പറയാണ്. ക്ലിയർ അല്ലേ? Yes. What is the intruder's plan and why does it fail? എന്തായിരുന്നു ഇൻട്രൂഡർ പ്ലാൻ? ഇയാളെ കൊന്നിട്ട് ഇയാളുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കുക എന്നതായിരുന്നു ഇൻട്രൂഡർ പ്ലാൻ അല്ലേ. അതായത് പോലീസ് ഇയാളെ പുറകെ ഉണ്ട്, ഇയാൾ ആരോ കൊന്നിട്ടുണ്ട്, അപ്പം പോലീസ് ഇയാളുടെ പുറകെ ഉണ്ട്, അപ്പം ജെറാൾഡിനെ കൊന്നു കഴിഞ്ഞാൽ എന്താണ്, ജെറാൾഡിന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കാം. ഇതായിരുന്നു ആരുടെ പ്ലാന്? നമ്മളെ ഇൻട്രൂഡറുടെ പ്ലാൻ. എന്തുകൊണ്ടാണ് ഇത് ഫെയിൽ ആയത്? കാരണം ജെറാൾഡ് നല്ല ബുദ്ധിയുള്ള ആളാ, അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് ഫെയിൽ ആയത്. നോക്കാം. The intruder's plan was to kill Gerard അല്ലെ, ജെറാർഡിനെ കൊല്ലുക എന്നതായിരുന്നു നമ്മളുടെ ഇൻട്രൂഡർ പ്ലാൻ. ആൻഡ് അസ്യൂം ഹിസ് ഐഡന്റിറ്റി, എന്നിട്ട് ആ ഒരു ഐഡന്റിറ്റി എല്ലാം അടിച്ചു മാറ്റുക എന്നതായിരുന്നു. സിൻസ് ജെറാർഡ് lived alone in a remote place. ജെറാർഡ് എങ്ങനെയുള്ള സ്ഥലത്താണ് ജീവിച്ചത്? ആരുമില്ലാത്തൊരു കാടിനുള്ളിൽ, ഒരു ചെറിയ വീടിനുള്ളിൽ ജീവിക്കുന്ന ഒരു ആളാണ് ആര്? ജെറാൾഡ്. അപ്പോൾ ആ ഒരു അങ്ങനെ മിസ്റ്റീരിയസ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളുടെ ഐഡന്റിറ്റി പെട്ടെന്ന് അടിച്ചു മാറ്റാൻ പറ്റും. നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഇങ്ങനെ പ്ലേസ് ചെയ്ത് നിൽക്കാൻ പറ്റും? ഇല്ല. പക്ഷെ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ ഐഡന്റിറ്റി പെട്ടെന്ന് എടുക്കാൻ പറ്റും. The intruder thought it would be easy to hide from the police after committing his crime. അപ്പം ഇൻട്രൂഡർ വിചാരിച്ചു, ഞാനിപ്പോൾ ഒരാളെ കൊന്നിട്ടുണ്ടല്ലേ, ഇൻട്രൂഡർ ഒരാളെ കൊന്നിരിക്കുകയാണ്, അപ്പം ഇയാളുടെ ഐഡന്റിറ്റി കവർ ചെയ്ത് ഞാൻ വേറൊരാളുടെ ഐഡന്റിറ്റി ജീവിക്കാൻ പറ്റണമെങ്കിൽ എന്താ, ഇങ്ങനെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് അയാളുടെ ഐഡന്റിറ്റി ജീവിക്കാൻ പറ്റുന്ന ആര് ചിന്തിക്കാണ്? ഇൻട്രൂഡർ വിചാരിക്കാണ്. ഓക്കെ. However, the plan fails because Gerald uses his quick and wit and presence of mind. എങ്ങനെയാണ് ഇത് ഫെയിൽ ആയിപ്പോയത്? ഇങ്ങനെയുള്ള പ്ലാൻ, ഭയങ്കര പ്ലാനിങ്ങിൽ വന്നതായി, പക്ഷെ ജെറാൾഡ് ആളെങ്ങനെ വളരെ പ്രസൻസ് ഓഫ് മൈൻഡിൽ വളരെ വിറ്റി ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് ഈസി ആയിട്ട് ഇയാളെ പറ്റിച്ച്. He tricks the intruder into believing that he himself is a criminal. എന്നിട്ട് ഇയാൾ ട്രിക്ക് ചെയ്യാണ്, എന്ത്, ഞാനൊരു ക്രിമിനൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ട്രിക്ക് ചെയ്യാണ്. Then locks the intruder inside a cupboard and calls the police. എന്നിട്ട് കബോർഡിന്റെ ഉള്ളിൽ അയാളെ പൂട്ടിയിട്ടിട്ട് പോലീസിനെ വിളിച്ച് നേരെ കൈമാറി കൊടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്.
ഇനി how does Gerald use his creativity to escape the situation with the intruder? എങ്ങനെയാണ് ഇയാളുടെ ക്രിയേറ്റിവിറ്റി അല്ലെ, ഇയാളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ഇയാളുടെ വിറ്റ്നസ് എങ്ങനെയാണ് ഇയാൾ യൂസ് ചെയ്തത് ആ സിറ്റുവേഷനിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് യൂസ് ചെയ്തത്? നമുക്കറിയാം ഇതിന്റെ ആൻസർ ഏകദേശം ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ. നോക്കാം. Gerald shows intelligence and presence of mind throughout the encounter, throughout the അല്ലെ ആ ഒരു പിന്നെ നമ്മളെ ഇൻട്രൂഡർ വന്ന് നിൽക്കുന്ന സമയം തൊട്ടേ ഇയാൾ എന്താണ് അയാളുടെ പ്രസൻസ് ഓഫ് മൈൻഡും വിറ്റ്നസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ കറേജിയസ് ആയിട്ട് നിന്നുകൊണ്ടാണ് എന്ത് ഇയാൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. ഹി പ്രിറ്റൻസ് ടു ബി എ പ്ലെയർ റൈറ്റ് ഇൻവോൾവ്സ് ഇൻ എ ക്രൈം ആൻഡ് മേക്സ് ദ ഇൻട്രൂഡർ സസ്പീഷ്യസ് ഓഫ് ഡേഞ്ചർ ഔട്ട്സൈഡ്. അപ്പൊ നമ്മൾ പുറത്ത് എന്നെയും പോലീസ് പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇങ്ങനെ പറയുന്നുണ്ട്. ചെറാൾഡ് പറയുന്നത് എന്നെയും പോലീസ് പുറത്ത് പിടിക്കാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് ഞാനും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഇയാൾ യൂസ് ചെയ്ത് എന്താണ് ഇയാളുടെ ബുദ്ധി അല്ലെ, ഇയാളുടെ ബുദ്ധി യൂസ് ചെയ്ത് ഇങ്ങനെ ഇയാള് രക്ഷപ്പെടാണ്. യൂസിങ് ക്ലവർ ടോക്ക് ഹി ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ. അത്രയും ബുദ്ധിപരമായിട്ടുള്ള സംസാരത്തിലൂടെ എന്താണ് ഇൻട്രൂഡറിന് ഒരു സംശയം ഉണ്ടാവുകയാണ്, ഇയാളും അപ്പോ ശരിക്കും ഒരു എന്താണ് പിന്നെ ക്രിമിനൽ ആണോ, എന്നെ പോലെ തന്നെ ഒരു ക്രിമിനൽ ആണോ എന്നുള്ളൊരു എന്തൊരു ചിന്ത, ഒരു കൺഫ്യൂഷൻ വരികയാണ്. ആൻഡ് അറ്റ് ദ റൈറ്റ് മൊമെന്റ് ഹി സീസസ് ദ ഗൺ, പുഷസ് ദ ഇൻട്രൂഡർ ഇൻ ടു എ കബോർഡ് ആൻഡ് ലോക്സ് ഇറ്റ്. അപ്പൊ ആ കറക്റ്റ് സമയത്ത് ഇയാൾ ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് ഇയാൾ ആ കബോർഡിലേക്ക് ഉന്തുകയും ആ കബോർഡ് ക്ലോസ് ചെയ്യുകയും ചെയ്യാണ്. യെസ്, ദസ് വിത്ത് ദ ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ് ജെറാൾഡ് ടേൺസ് ദി സിറ്റുവേഷൻ ഇൻ ഹിസ് ഫേവർ ആൻഡ് എസ്കേപ്പ് അൺഹാംഡ്. അപ്പം ഒരു ദേഹത്ത് ഒരു പാടുപോലും ഇല്ലാതെ ഒരു ഉപദ്രവം ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് ആ കറക്റ്റ് സമയത്ത് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അല്ലെ. യെസ്, പ്രസൻസ് ഓഫ് മൈൻഡ് അയാൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ രക്ഷപ്പെടാൻ പറ്റിയത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് അല്ലെ. ഇത് ഒരു ഭരതനാട്യം ഡാൻസർ ആയിട്ടുള്ള ആരാധന എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാധനയാണ്. അതേപോലെ തന്നെ ഇതിൽ അവളുടെ സിസ്റ്റർ വരുന്നുണ്ട്. സിസ്റ്റർ പേര് സിമി, അതേപോലെ തന്നെ അമ്മന്റെ പേര് എന്താണ് സുനിത, അതേപോലെ തന്നെ ഒരു വില്ലത്തി വരുന്നുണ്ട് അല്ലെ. വില്ലത്തിന്റെ പേരെന്താണ് പ്രമീള. പ്രമീള എന്ന് പറയുന്നത് ഇവരുടെ ആണ്ടാണ്. അപ്പൊ ആണ്ട് എന്താ ചെയ്യുന്നത്? ആണ്ട് പറഞ്ഞു കൊടുക്കുക. വളരെ ചെറിയൊരു സ്റ്റോറിയാണ് കേട്ടോ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, കുറച്ച് ലെങ്തിയാണ്, ബുക്കിൽ കുറച്ച് ലെങ്തിയാണ്, പക്ഷെ വളരെ ചെറിയൊരു സ്റ്റോറിയാണ്. അതിൽ വളരെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ആര്, നമ്മളെ ആരാധന എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഭരതനാട്യം കളിക്കുന്നത്. അപ്പൊ അവളുടെ സ്കൂളിൽ ആനുവൽ ഡേ ഇനാഗുറേഷൻ ഡേയിൽ ആ കുട്ടിയോട് പറയാണ് നൃത്തം ചെയ്യാൻ, ഭരതനാട്യം ചെയ്യാൻ പറയാണ്. അപ്പൊ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള കുട്ടി ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറയുന്നത്. അപ്പൊ അവള് ഡാൻസിന് പെർഫോം ചെയ്യാൻ വേണ്ടി റെഡി ആവുന്ന സമയത്ത് പ്രമീള പറയാണ് എന്ത്, ശരിക്കും ഈ ഒരു കുട്ടി, ഈ ആരാധന എന്ന് പറയുന്നത് അഡോപ്റ്റഡ് ആണ് അല്ലെ, അഡോപ്റ്റ് ചെയ്തതാണ് അവരുടെ ഫാമിലി, അച്ഛനും അമ്മയും അവരുടെ യഥാർത്ഥ അച്ഛനും അമ്മയും എല്ലാം എന്ന് പറയാണ്. ഇതിലാകെ മനസ്സാകെ എന്താണ് ഭയങ്കര സങ്കടത്തിലായി പോവാണ് ആരാധനക്ക്. അവൾക്ക് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നാണ്, അവള് പെർഫോം ചെയ്യില്ല എന്ന് പറയാണ്. അപ്പൊ ആ സമയത്ത് അവളുടെ അമ്മ അല്ലെ, അമ്മ എന്താ സുനിത എന്താ ചെയ്യുന്നത്, അവളെ പോയി ഞാൻ സമാധാനിപ്പിക്കുക, അവളെ കൺസോൾ ചെയ്യാണ്, പറയാണ് മോളെ നീ എനിക്ക് എന്റെ സ്വന്തം മോളാണ് എന്ന് പറയാണ് അല്ലെ. അഡോപ്റ്റ് ചെയ്ത പോലാണോ ഞാൻ നിന്നെ നോക്കിയിട്ടുള്ളത്, ഞാൻ നിന്നെ അങ്ങനെയല്ല, നിന്റെ ഓരോ ബർത്ത്ഡേനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ അവളെ എന്താ കൺസോൾ ചെയ്യാണ് അല്ലെ. അമ്മ പറയാണ് നീ എനിക്ക് എന്റെ സ്വന്തം മോളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കൺസോൾ ചെയ്യാണ്. അപ്പൊ അവൾ അവസാനം ഭരതനാട്യം കളിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ, മുമ്പിൽ നിൽക്കുന്ന ഓഡിയൻസിനോ ടീച്ചേഴ്സിനോ വേണ്ടിയിട്ടില്ല, ആ അമ്മക്ക് വേണ്ടിയിട്ട് അവൾ അവസാനം ഭരതനാട്യം കളിക്കുകയാണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അതാണ് ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്ന് പറഞ്ഞ സ്റ്റോറിന്റെ വളരെ ഷോർട്ട് ആയിട്ടുള്ള സമ്മറി കേട്ടോ. ഓക്കെ, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക എല്ലാവരും. അപ്പൊ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഹൗ ഡസ് ദ ടൈറ്റിൽ ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് റിഫ്ലെക്ട്സ് ദ മെയിൻ ക്യാരക്ടേഴ്സ് മോട്ടിവേഷൻ ആൻഡ് ദ സെൻട്രൽ തീം ഓഫ് ദ സ്റ്റോറി. അപ്പം ഇതിന്റെ പേരെന്താണ്? ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് അല്ലേ. എനിക്ക് സത്യം അറിയണം. എന്താണ് ആ സത്യം? ഞാൻ അഡോപ്റ്റഡ് ചൈൽഡ് ആണെന്നുള്ള സത്യം ആർക്കറിയണം? ആരാധനക്ക് അറിയണം. യെസ്, റിഫ്ലെക്ട്സ് ദ മെയിൻ ക്യാരക്ടേഴ്സ് മോട്ടിവേഷൻ. ആ ഒരു ക്യാരക്ടറിന്റെ മോട്ടിവേഷൻ എങ്ങനെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് സെൻട്രൽ തീം ഓഫ് ദ സ്റ്റോറി. ആ സ്റ്റോറിന്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് എന്താണ്? അവൾ അഡോപ്റ്റഡ് ചൈൽഡ് ആണെന്നുള്ളത് അവൾ റിയലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതെങ്ങനെ അവർ ഹാൻഡിൽ ചെയ്ത്, ഇതൊക്കെയാണ് ആ ഒരു സ്റ്റോറിയിലെ മെയിൻ തീം എന്ന് പറയുന്നത്. നോക്കാം. ദ ടൈറ്റിൽ റിഫ്ലെക്ട്സ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഡീപ് ഡിസയർ ടു ഡിസ്കവർ റിയാലിറ്റി അല്ലെ. ആ ഒരു യഥാർത്ഥത്തിൽ ശരിക്കും ആരാണ് ഞാൻ എന്നുള്ള ആ ഒരു റിയലൈസേഷനിലേക്ക് എത്തുകയാണ് ആര്, നമ്മളുടെ മെയിൻ ക്യാരക്ടർ, നമ്മളെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പൈറ്റ് ഒബ്സ്റ്റക്കിൾസ്, എല്ലാ തടസ്സങ്ങളും നീക്കി അവൾ ആരാന്നുള്ള അവൾ റിയാലിറ്റി ഫേസ് ചെയ്യാണ്. ഇറ്റ് ഷോസ് ഹ്യൂമൻ ക്യൂരിയോസിറ്റി ആൻഡ് ഡിറ്റർമിനേഷൻ ടു സീക്ക് ട്രൂത്ത്. സത്യം എന്താണെന്ന് അറിയാനുള്ള മനുഷ്യന്റെ ക്യൂരിയോസിറ്റി അല്ലെ. ശരിക്കും യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ച ട്രൂത്ത് എന്താണെന്ന് അറിയാനുള്ള മനുഷ്യന്റെ ക്യൂരിയോസിറ്റി ആണ് അവിടെ കാണിക്കുന്നത്. വിച്ച് അൾട്ടിമേറ്റ്ലി ഷേപ്പ് ഡിസിഷൻ ആൻഡ് ആക്ഷൻസ് ഇൻ ലൈഫ്. ഇതാണ് നമ്മളെ ലൈഫിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ അൾട്ടിമേറ്റ് ഷേപ്പ് ഡിസിഷൻ അല്ലെ. നമുക്കൊരു ഡിസിഷൻ എടുക്കാനും നമ്മളെ ആക്ഷൻസിനെയൊക്കെ ലീഡ് ചെയ്യുന്നത് എന്താണ്? ഇതേപോലെയുള്ള സത്യങ്ങളാണ് അല്ലെ. ചില സത്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകെ ഞെട്ടിപ്പോകും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിന്റെ ഒരു മെയിൻ തീം, അല്ലെങ്കിൽ ഇതിലത്തെ ഒരു മെയിൻ മോട്ടിവേഷൻ എന്ന് പറയാം. മെയിൻ തീം അല്ലെ, ഇതിലെ സെൻട്രൽ തീം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്. എനിക്ക് സത്യം അറിയണം.
ഓക്കെ യെസ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറഞ്ഞ സ്റ്റോറിയാണ്. ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്നത് ഇത് ഈ ഒരു സ്റ്റോറിയിലെ ഇതിൽ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ആരാ നോക്കാം അല്ലെ. ഇതിൽ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ആരാ നോക്കാം. ഇതിൽ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ഒന്ന് ടെമ്പു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അതേപോലെ തന്നെ അവന്റെ അച്ഛൻ ബൽഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള അച്ഛൻ വരുന്നുണ്ട്. അപ്പൊ ബൽഡിയോയും ടെമ്പു ആണ് ഇതിലത്തെ മെയിൻ 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സിസ്റ്റർ വരുന്നുണ്ട്, അതേപോലെ തന്നെ യങ്ങർ സിസ്റ്റർ വരുന്നുണ്ട്, അതേപോലെ തന്നെ അമ്മയുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഇതിലെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ഇവർ തന്നെയാണ് കേട്ടോ. ബൽഡിയോ അതേപോലെ തന്നെ ടെമ്പു ആണ് ഇതിലത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ ടെമ്പു ആൻഡ് ബൽഡിയോയും അച്ഛനും മകനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഇവർ ഫുൾ ടൈം അടിയാണോ? അല്ല കേട്ടോ, വളരെ സ്നേഹമുള്ള അച്ഛനും അമ്മൂനുമാണ്. അപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ബൽഡിയോക്ക് എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ടു ബൽഡിയോ? അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ റെസ്പോൺസിബിലിറ്റി ടു യങ്ങർ ജനറേഷൻ, അപ്പോൾ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ചെറിയ മകനായിട്ടുള്ള ടെമ്പോ എടുത്തിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇതിനെന്താ പേരിട്ട്? ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറഞ്ഞ സ്റ്റോറി. അപ്പൊ ടൈഗർ എവിടെയാണെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഈ സ്റ്റോറി ഒന്ന് വായിച്ചു കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം. വളരെ ഷോർട്ട് ആയിട്ട് പറയാം. ഈ ഒരു സ്റ്റോറിയിൽ ബൽഡിയോ എന്ന് പറയുന്നത് എന്താണ്? ഒരു റെയിൽവേ സ്റ്റേഷന്റെ നമ്മൾ ടണൽ ഉണ്ടല്ലേ, റെയിൽ പാളത്തിന് തൊട്ടടുത്തായിട്ട് ടണലുകൾ കാണാം അല്ലെ. തൊട്ടടുത്തല്ല, റെയിൽ പാളത്തിന്റെ കൂടെ ടണലുകൾ കാണാം. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആര്? നമ്മളെ ബൽഡിയോ എന്ന് പറയുന്ന വളരെ പുവർ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. നമ്മളെ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള വളരെ പുവർ ഫാമിലിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ബൽഡിയോനും മകനും എന്താണ് ബൽഡിയോന്റെ ജോബ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വാച്ച്മാൻ ആയിട്ട് നിൽക്കുക എന്ന് പറയാം. വാച്ച്മാൻ ആണ് കേട്ടോ, വാച്ച്മാൻ ആണ് ആര്? ബൽഡിയോ എന്ന് പറയുന്നത്. അപ്പം പിന്നെ ടെമ്പു എന്താണ്? വളരെ ആരാധിക്കുന്ന അല്ലെ, വളരെ അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് അവന്റെ അച്ഛൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ബൽഡിയോ എന്താ ചെയ്യാ? ഓക്കെ, ഈ ട്രെയിൻ വരുന്നതിന് മുമ്പായിട്ട് അവിടെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ? ടണലിന്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ഓക്കെ അല്ലേ? ലൈറ്റ് ഒക്കെ ഓൺ ആണോ അല്ലെ? ലൈറ്റ് നമ്മളിങ്ങനെ ചെറിയ ലാമ്പ് ഒക്കെ കത്തിക്കും, അപ്പൊ ലാമ്പ് ഒക്കെ ഓൺ ആണോ, ഒക്കെ ക്ലിയർ ആണോ എന്നൊക്കെ നോക്കും. ആ ട്രെയിൻ സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യാൻ ഓക്കെ ആണോ ടണലിൽ എന്ന് നോക്കുന്നതാണ് ബൽഡിയോന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഏരിയയിലായിട്ട് ഒരു ടൈഗറിന്റെ ശല്യം ഉണ്ടായിരുന്നു. ഓക്കെ, ടൈഗർ എന്താ മനുഷ്യന് കഴിക്കുന്ന ടൈഗറിന്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് എന്താണ് ആ ഒരു ബൽഡിയോനെ ആ ഒരു ടൈഗർ ആക്രമിക്കുകയാണ്. അതിൽ ബൽഡിയോ മരണപ്പെടുകയാണ്. മകന് ചെന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് എന്താണ്? അച്ഛൻ മരിച്ചു കിടക്കുന്നതാണ്. അതിനുശേഷം ടെമ്പോ ആയിട്ടുള്ള മകൻ ടെമ്പോ എന്ന് പറയുന്ന മകൻ എന്താ ചെയ്യുന്നത്? അച്ഛന്റെ ഡ്യൂട്ടീസ് അനിയനെയും പിന്നെ അതേപോലെ തന്നെ അനിയത്തിനെയും അമ്മനെയും നോക്കേണ്ട ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണ്. വീട് നോക്കേണ്ട ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണ്. അതേപോലെ തന്നെ ബൽഡിയോ അത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലെ അതും അവൻ ഏറ്റെടുക്കുകയാണ്. ഓക്കെ, ഇതാണ് വളരെ ഷോർട്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സമ്മറി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഹൗ വാസ് ബൽഡിയോസ് വെപ്പൺ എ പാർട്ട് ഓഫ് ഹിം എവറി ടൈം? അപ്പൊ ബൽഡിയോന്റെ വെപ്പൺ എന്താണ്? അവന്റെ കയ്യിലുള്ള വെപ്പൺ എന്താണ്? കത്തിയാണോ? കുടുവാളാണോ? അല്ല, ആക്സ് ആണ് കേട്ടോ. ആക്സ് ആണ് ബൽഡിയോന്റെ കയ്യിലുള്ള വെപ്പൺ. അതേപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ബൽഡിയോ ആരായിരുന്നു? എന്താണ് അവരുടെ പ്രൊഫഷൻ ജോബ് എന്ന് പറയുന്നത്? വാച്ച്മാൻ ആണ്. ഓക്കെ, അത് തെറ്റിക്കരുതേ. ഓക്കെ, അപ്പം 100 നോക്കി എഴുതി വെക്കും. അപ്പം വാച്ച്മാൻ ആണ്, അത് ശ്രദ്ധിക്കുക. ബൽഡിയോസ് വെപ്പൺ വാസ് ഹെവി ആക്സ്. ബൽഡിയോന്റെ വെപ്പൺ എന്ന് പറയുന്നത് എന്താണ്? ഹെവി ആക്സ് ആണ്. മെയ്ഡ് ഓഫ് ഫൈൻ സ്റ്റീൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആക്സ് ആണ് ബൽഡിയോന്റെ വെപ്പൺ എന്ന് പറയുന്നത്. എന്തിനാ കൊണ്ടുനടക്കുന്നത്? കാരണം അവിടെ മൃഗങ്ങളെ ശല്യമുണ്ട്, ടൈഗറിന്റെ ശല്യമുണ്ട്. അപ്പൊ ടൈഗർ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്സ് കൊണ്ട് നടക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു ആക്രമണത്തിൽ മരണപ്പെടുകയാണ്. യെസ്. പാസ് ഡൗൺ ഫ്രം ഹിസ് ഫോർ ഫാദേഴ്സ്. അപ്പം തലമുറകളായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്സ് ആണ് അയാളുടെ കയ്യിലുള്ളത്. He carried it with him always. എല്ലാ സമയത്തും ഇയാളുടെ കയ്യിൽ എന്തുണ്ടാവും? ഈ ഒരു ആക്സ് ഉണ്ടാവും. ഈവൻ വൈൽ വർക്കിംഗ് ആസ് എ വാച്ച്മാൻ അറ്റ് ദ ടണൽ. ആ ഒരു ടണലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടെ അയാളുടെ കയ്യിൽ എന്തുണ്ടാവും? ആക്സ് ഉണ്ടാവും. കാരണം ഒട്ടും സേഫ് അല്ലാത്ത ഒരു സ്ഥലമാണ്, വളരെ ഫോറസ്റ്റ് ആയിട്ട് വളരെ മൃഗങ്ങളും ശല്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം ആ ഒരു വർക്കിംഗ് സമയത്ത് കൂടെ അയാളുടെ കയ്യിൽ ഈ ഒരു ആക്സ് ഉണ്ടാവാറുണ്ട്. ഇറ്റ് ഗേവ് ഹിം കോൺഫിഡൻസ്. അപ്പൊ ഈ ഒരു ആക്സ് അല്ലേ നമ്മൾ തലമുറയായിട്ട് കൈമാറുന്ന ഈ ഒരു സംഭവം കയ്യിലുള്ളതുകൊണ്ട് ഇയാൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്, കറേജ് ആണ്, ആൻഡ് എ സെൻസ് ഓഫ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വൈൽഡ് ആനിമൽസ്. അപ്പൊ ഇതേപോലുള്ള വൈൽഡ് ആനിമൽസിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ നല്ലതാണ് ഈ ഒരു ആക്സ്. ദ ആക്സ് സിംബലൈസസ് ഹിസ് സ്ട്രെങ്ത് ആൻഡ് വാസ് ലൈക്ക് ആൻ ഇൻസെപ്പറബിൾ പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സാധനമാണ്. അതേപോലെ തന്നെ ഇയാളുടെ ധൈര്യം, ഇയാളുടെ സ്ട്രെങ്ത്, ഇയാളുടെ കറേജ് ഒക്കെ കാണിക്കുന്ന ഒരു ആയുധമാണ് എന്ത്? ഈ ഒരു ആക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. ഇനി വാട്ട് ഹാപ്പൻ ടു ബൽഡിയോ ഇൻ ദ ടണൽ? എന്താണ് ബൽഡിയോന് സംഭവിച്ചത്? നോക്കാം. വൈൽ ഓൺ ദ ഡ്യൂട്ടി അറ്റ് ദ ടണൽ ബൽഡിയോ എൻകൗണ്ടർ എ ഫിയേഴ്സ് ടൈഗർ. അപ്പം എന്താണ്? ആ ഡ്യൂട്ടി
ഡ്യൂട്ടിന്റെ ഇടയിൽ അല്ലെ, രാത്രിയാണ് ആ ഒരു ഡ്യൂട്ടിക്ക് ഇടയിലായിട്ട് ടൈഗറിനെ ആര് കണ്ടുമുട്ടാണ്, എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ടൈഗർ അവിടെ ഉണ്ട്, എല്ലാവരും മനുഷ്യനെ കൊന്നു തിന്നുന്ന ഒരു ടൈഗർ ആണ്, ശ്രദ്ധിക്കണം എന്നുള്ളത് അയാൾക്ക് ഓൾറെഡി അറിയാം. അപ്പം ബൽഡിയോ അന്ന് രാത്രി എന്താ കാണുന്നത്, ഡ്യൂട്ടിന്റെ ഇടയിൽ കാണുന്നത് ഈ ഒരു ടൈഗറിനെ എൻകൗണ്ടർ ചെയ്യാണ്, ഐ മീൻ തൊട്ട് മുമ്പിലായിട്ട് വന്ന് നിൽക്കുകയാണ്. ഹി ബ്രേവ്ലി ഫോർഡ് ദ ആനിമൽ വിത്ത് ഹിസ് ആഡ്സ്. വളരെ ധൈര്യത്തോടെ എന്താണ് ആ ഒരു ആഡ്സ് യൂസ് ചെയ്തിങ്ങനെ ആ ഒരു ആനിമൽക്കെതിരെ ഫൈറ്റ് ചെയ്യാണ്. ഓക്കെ, ഡിസ്പൈറ്റ് ഹിസ് കറേജ് ഹി വാസ് കിൽഡ് ഇൻ ദ ഫൈറ്റ്. പക്ഷെ എന്താണ്, എത്ര ധൈര്യം കാണിച്ചിട്ട് എന്ത് കാര്യം, അയാള് കാരണം അതൊരു ആനിമൽ ആണ് അല്ലെ, മുന്നിൽ നിൽക്കുന്നത് ഒരു ആനിമൽ ആണ്. അപ്പോൾ എത്ര കറേജിയസ് ആണെങ്കിൽ പോലും അയാൾ അവസാനം ആ ഒരുപാട് ഫൈറ്റ് ചെയ്തതിനു ശേഷമാണ് കേട്ടോ, ഒറ്റയടിക്കല്ല, ഒരുപാട് ഫൈറ്റ് ചെയ്തതിനു ശേഷം അയാൾ മരണപ്പെടുകയാണ്. സാക്രിഫൈസിങ് ഹിസ് ലൈഫ് വൈൽ പ്രൊട്ടക്ടിങ് ദ റെയിൽവേ ലൈൻ ആൻഡ് ദ പാസഞ്ചേഴ്സ്. അപ്പൊ ഇയാൾ എന്തിനാണ് അവിടെ ആ രാത്രിയിൽ അവിടെ ചെന്നത്, കാരണം അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ട്രെയിനിന് ഒരു ഓബ്സ്റ്റക്കിൾസും ഇല്ലാതെ കംപ്ലീറ്റ്ലി എന്താണ് ഫൈൻ ആണോ നോക്കുന്നതാണ് ഇയാളുടെ ജോലി. അപ്പൊ ഇയാൾ അതാണ് ചെയ്തത് അല്ലേ, അവിടെ കംപ്ലീറ്റ്ലി റെയിൽവേ ക്ലിയർ ആണോ, പാസഞ്ചേഴ്സ് ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിലാണോ ആ ഒരു റെയിൽവേ ഉള്ളത്, ട്രെയിൻ പാസ് ചെയ്ത് പോകാൻ പറ്റുമോ. അപ്പൊ അയാളുടെ ഡ്യൂട്ടി അയാൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അയാളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാണ്. ഓക്കെ, അയാളുടെ ലൈഫ് അയാൾ എന്ത് ചെയ്യാണ്, സാക്രിഫൈസ് ചെയ്യാം. ക്ലിയർ അല്ലേ? യെസ്. ഇനി വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പു ആൻഡ് ഹിസ് ഫാദർ ബൽഡിയോ. ടെമ്പുവും അതേപോലെ തന്നെ അച്ഛനും തമ്മിലുള്ള ഒരു ബന്ധം, റിലേഷൻ എങ്ങനെയായിരുന്നു നോക്കാം. ടെമ്പു admired his father and looked up to him as a symbol of bravery and responsibility. അപ്പോൾ ടെമ്പു എന്താണ്, ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് ആര്, അച്ഛൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബൽഡിയോനെ ഒരുപാട് സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യും അഡ്മയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു മകനാണ് ടെമ്പു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബൽഡിയോ ലവ്ഡ് ഹിസ് സൺ ഡിയർലി ആൻഡ് വർക്ക്ഡ് ഹാർഡ് ടു സപ്പോർട്ട് ദ ഫാമിലി. ബൽഡിയോക്ക് മകൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഓക്കെ, ജീവനാണ്. അതേപോലെ തന്നെ വർക്ക്ഡ് ഹാർഡ് ഫോർ ഹിസ് ഫാമിലി. അതേപോലെ തന്നെ ബൽഡിയോ എങ്ങനെയുള്ള ആളാണ്, ഫാമിലിക്ക് വേണ്ടി ഒരുപാട്, അവർക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാം കിട്ടുന്നില്ലേ നോക്കി അങ്ങനെ ജീവിക്കുന്ന ഒരു അച്ഛനാണ് ആര്, ബൽഡിയോ എന്ന് പറയുന്നത്. ആഫ്റ്റർ ബൽഡിയോസ് ട്രാജിക് ഡെത്ത് ടെമ്പു ഷോഡ് മെച്യൂരിറ്റി ബൈ ടാക്കിംഗ് അപ്പ് ഹിസ് ഫാദേഴ്സ് ഡ്യൂട്ടി അറ്റ് ദ റെയിൽവേ ടണൽ. അപ്പൊ 12 വയസ്സായാലും ചെറിയൊരു ചെറുപ്പക്കാരനാണ് നമ്മുടെ ടെമ്പു എന്ന് പറയുന്നത്. അച്ഛന്റെ മരണത്തിന് ശേഷം റെയിൽവേയുടെ ഡ്യൂട്ടി ആര് ഏറ്റെടുക്കാണ്, നമ്മളെ ടെമ്പു ഏറ്റെടുക്കാണ്. പ്രൂവിങ് ഹിസ് റെസ്പെക്ട് ഫോർ ഹിസ് ഫാദേഴ്സ് കറേജ് ആൻഡ് ഡെഡിക്കേഷൻ. അപ്പൊ അച്ഛന്റെ ആ ഒരു ഡെഡിക്കേഷനും അച്ഛന്റെ ആ ഒരു ധൈര്യവും ഇതെല്ലാം എന്താണ്, അവന്റെ ആഗ്രഹമാണ് അത്, അച്ഛനെ പോലെ തന്നെ എനിക്കും വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് വരികയാണ്. ഓക്കെ, അവന്റെ ഫാമിലിക്ക് എന്താണ്, അവന്റെ ഫാമിലിക്ക് പ്രൊവൈഡർ അല്ലെ, ബ്രെഡ് വിന്നർ ആയിട്ട് ഇനി അവന് മാറുകയാണ്. their relationship reflects deep confidence, respect and the passing of the responsibility from father to son. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താ കാണിക്കുന്നത്, അവരുടെ ഇടയിലുള്ള റെസ്പെക്ട്, അവരുടെ അഫെക്ഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അച്ഛനിൽ നിന്നും അടുത്ത ആ ഒരു റെസ്പോൺസിബിലിറ്റി മകന് പകർന്നു കൊടുക്കുന്നതൊക്കെ നമുക്ക് ഇതിൽ കാണാം അല്ലെ. അവനെ ഏറ്റെടുക്കുന്ന, പകർന്നു കൊടുക്കൽ അവനെ ഏറ്റെടുക്കണം. അച്ഛൻ ഇത്രയും കാലം എന്റെ ഫാമിലിയിൽ നോക്കിയാണ്, ഇനി ആ ഫാമിലിനെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്റേതാണ്, റെയിൽവേ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്താണ്, അവൻ അത് ഏറ്റെടുക്കാണ്. ക്ലിയർ ആണോ? യെസ്. ഇനി ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം ചാപ്റ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ചാപ്റ്റേഴ്സിൽ വരാൻ ചാൻസ് ഉള്ള 1, 2, 3 ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്. ലെറ്റർ റൈറ്റിംഗ് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ ലെറ്റർ റൈറ്റിംഗ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, അപ്പൊ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറിൽ കാണുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റിനെ പറ്റി, പ്ലാസ്റ്റിക് വേസ്റ്റ് കാരണം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അപ്പൊ അതിനെപ്പറ്റി എഡിറ്ററിന് ഒരു ലെറ്റർ എഴുതാൻ പറയാറുണ്ട്. പൊല്യൂഷൻ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കാണുന്നത്. പിന്നെ മാൽ ഫംഗ്ഷനിങ് ലാപ്ടോപ്പ്. ഓക്കെ, ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് അതും എടുത്തത്. അപ്പൊ മാൽ ഫംഗ്ഷൻ ഓഫ് ലാപ്ടോപ്പ് വാങ്ങി, പുതിയ ലാപ്ടോപ്പ് അല്ലെ, 2-3 ഡേയ്സിനുള്ളിൽ ഇത് കംപ്ലൈന്റ് ആയി. അപ്പോൾ ഇത് അവിടെ ഷോപ്പ് കീപ്പറിന് ഒരു ലെറ്റർ ചെയ്താണ്. അപ്പൊ ഇങ്ങനെ ഒരു ലെറ്റേഴ്സും നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇത് ട്രാഫിക് ഇല്ല, ട്രാഫിക് കൺജക്ഷൻ. ഓക്കെ, അപ്പൊ പ്ലാസ്റ്റിക് വേസ്റ്റ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എഡിറ്റർക്ക് ഒരു ലെറ്റർ ചെയ്താണ്. എഡിറ്ററോട് ഈ ഒരു സംഭവം ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ ചെയ്താണ്. ഓക്കെ, അപ്പൊ എഴുതുന്ന ആളുടെ പേര് ഓൾറെഡി കൊടുക്കുക, അഡ്രസ് കൊടുക്കുക. ഇത് എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ ആണല്ലേ. ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കണേ. ആദ്യം എഴുതേണ്ടത് നമ്മളെ പേരാണ് അല്ലേ, ഫ്രം അഡ്രസ് ആണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, ഫ്രം അഡ്രസ് ആണ് എഴുതേണ്ടത്. നമ്മളുടെ പേര് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ്, ഓക്കെ, ഡേറ്റ് എഴുതുക. പിന്നെ ടു അഡ്രസ്, ആർക്കാണ് എഴുതുന്നത് അതാണ് അടുത്തതായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മളൊരു ഫോമൽ ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് മെൻഷൻ ചെയ്യണം, സബ്ജക്ട് മെൻഷൻ ചെയ്യണം. കാരണം നമ്മൾ ലെറ്റർ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനുള്ള ക്ഷമയൊന്നും ആർക്കുണ്ടാവില്ല, എഡിറ്ററിന് ഉണ്ടാവില്ല. കാരണം ഒരുപാട് ലെറ്റേഴ്സ് വന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പറയാൻ പോകുന്ന കാര്യം എന്താണ് അത് വളരെ കൺസൈസ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കണം. ഓക്കെ, സബ്ജക്റ്റ് അതിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഫ്രം, ഡേറ്റ്,
ടു സബ്ജക്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഫോർമാറ്റിലെ കാര്യത്തിൽ ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിൽ വരുന്ന കണ്ടന്റ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും എന്തൊക്കെ ഇതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. ഇതിന്റെ ഉള്ളിൽ വരുന്ന ബോഡി കുറച്ചൊരു നല്ല രീതിയിൽ ലാംഗ്വേജ് ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്താൽ നോക്കാം. ത്രൂ ദ കോളം ഓഫ് യുവർ എസ്റ്റീം ന്യൂസ് പേപ്പർ ഐ വിഷ് ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദ കൺസേൺ അതോറിറ്റീസ് ടുവേർഡ്സ് ദ അലാമിംഗ് പ്രോബ്ലം ഓഫ് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ അവർ സിറ്റി. അപ്പൊ നമ്മളെ സിറ്റിയിലായിട്ട് കാണപ്പെടുന്ന അല്ലെ പ്ലാസ്റ്റിക് വളരെ എന്താണ് ഒരു ശ്രദ്ധയും കൂടാതെ ആൾക്കാർ വലിച്ചെറിയുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുവരിക എന്നതാണ് ഈ ഒരു ലെറ്റർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കണ്ടോ, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഫസ്റ്റ് ലൈനിൽ തന്നെ നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു. ഈ സംഭവം ഒന്നും അവിടെ ഇല്ല കേട്ടോ. ഇതിനാണ് ഞാൻ ലെറ്റർ എഴുതുന്നത് എന്ന് പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബാഗ്സ്, ബോട്ടിൽസ് ആൻഡ് അതർ ഡിസ്പോസിബിൾ ആർ സീൻ സ്കാറ്റേർഡ് എവറിവെയർ. അപ്പൊ എല്ലാ ഭാഗത്തായിട്ടും എന്താണ് ഇതേപോലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. റോഡിലായിട്ടും ഡ്രെയിനേജിലായിട്ടും പബ്ലിക് പ്ലേസിലായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇത് എന്താണ് നമ്മളെ എൻവയറമെന്റ് ബ്യൂട്ടി മാത്രമല്ല ഇല്ലാതാക്കുന്നത്, ബട്ട് ഓൾസോ ചോക്ക് ഡ്രെയിനേജ് സിസ്റ്റം അല്ലെ. ഡ്രെയിനേജ് സിസ്റ്റത്തിലൊക്കെ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഫ്ലഡ് വരും അല്ലെ. മഴക്കാലത്ത് ഫ്ലഡ് വരാൻ ചാൻസ് ഉണ്ട്. കോസിംഗ് ഫ്ലഡ് ഡ്യൂറിംഗ് റെയിൻസ് എന്ന് പറയുന്നുണ്ട്. യെസ്, ഡിസ്പൈറ്റ് റിപ്പീറ്റഡ് അവയർനെസ് ക്യാമ്പയിൻ ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് കണ്ടിന്യൂസ് അൺചെക്ഡ് അല്ലെ. ഇങ്ങനെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ പിന്നെ നമ്മൾ ക്യാമ്പയിൻസ് നടത്തുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. മുനിസിപ്പൽ അതോറിറ്റീസ് മസ്റ്റ് സ്ട്രിക്ട്ലി എൻഫോഴ്സ് ദ ബാൻ ഓഫ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്. ഒറ്റ വട്ടം യൂസ് ചെയ്ത് കളയേണ്ട പ്ലാസ്റ്റിക്കിലെ പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഓക്കെ, ആരുടെ? മുനിസിപ്പൽ അതോറിറ്റീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അൾട്ടർനേറ്റീവ്സ് ലൈക്ക് ക്ലോത്ത്സ്, ജൂട്ട് ബാഗ് ഷുഡ് ബി പ്രൊമോട്ടഡ്. എന്നിട്ട് എന്താണ് ജൂട്ട് ബാഗോ അതേപോലെ തന്നെ ക്ലോത്ത് ബാഗോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാനും പറയണം. ഓക്കെ, ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ബാഗ്സ് ഷോപ്പുകളിൽ കൊടുക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഫൈൻസ് മസ്റ്റ് ബി ഇമ്പോസ്ഡ് ഓൺ വയലേറ്റേഴ്സ് ആൻഡ് എൻഷുർ ഡിസിപ്ലിൻ. അപ്പം ഇങ്ങനെ ഫൈൻ കൊടുക്കുക. ഓക്കെ, ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആൾക്കാർ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി നിൽക്കും അല്ലേ. ഫൈൻ വന്നു കഴിഞ്ഞാൽ യെസ്, ഐ റിക്വസ്റ്റ് യു ടു ഹൈലൈറ്റ് ദിസ് ഇഷ്യൂസ് ഇൻ യുവർ ന്യൂസ് പേപ്പർ സോ ദാറ്റ് ബോത്ത് പബ്ലിക് ആൻഡ് അതോറിറ്റീസ് വേക്ക് അപ്പ് ഫോർ ദ റെസ്പെക്ട്. അപ്പം ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ അതോറിറ്റീസ് വായിക്കുന്നതാണ്, അറ്റ് ദ സെയിം ടൈം എന്താണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും വായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് ആൾക്കാർ ഇത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നിർത്തും. അപ്പം എല്ലാവർക്കും ഈ ഒരു അവയർനെസ് കൊടുക്കാൻ നിങ്ങൾ ന്യൂസ് പേപ്പർ ഈ ഒരു ന്യൂസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ ഈ ഒരു ന്യൂസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെറ്റർ അവസാനിപ്പിക്കുന്നത് കേട്ടോ. ടുഗദർ വി ക്യാൻ വർക്ക് ടുവേർഡ്സ് എ ക്ലീനർ ആൻഡ് ഹെൽത്തി എൻവയൺമെന്റ്. അപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് എന്താണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ എൻഡ് ചെയ്തുകൊണ്ട് യോർ സിൻസിയർലി, ഓക്കെ, യോർ സിൻസിയർലി എന്ന് പറഞ്ഞ് നമ്മളുടെ പേര് ഇത് ഒപ്പിടാം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ സർ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു തോന്നുന്നു. അപ്പൊ സർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബോഡി ഇതാണ്. ലാസ്റ്റ് യുവർ സിൻസിയർലി ലക്ഷ്മി. ഓക്കെ, നമ്മൾ പേര് എഴുതി ക്ലോസ് ചെയ്തു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ലാപ്ടോപ്പ് മാൽഫങ്ഷൻ ആയ സംഭവം നമുക്ക് ഇതേപോലെ ലെറ്റർ ചെയ്താട്ടോ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ, ഹെഡ്ഫോണോ പിന്നെ ലാപ്ടോപ്പോ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ ഇത് ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ലെറ്റർ ചെയ്ത ഇതേപോലെ തന്നെ ഫ്രം അഡ്രസ് ചെയ്ത ഡേറ്റ് എഴുതുക. പിന്നെ ആർക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് അത് മെൻഷൻ ചെയ്യുക. സബ്ജക്ട് എന്താണ് നമ്മുടെ പ്രശ്നം, എന്താണ് കംപ്ലൈന്റ് റിഗാർഡിംഗ് മാൽ ഫംഗ്ഷൻ ലാപ്ടോപ്പ് അല്ലെ, ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നില്ല, ഇതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, അത് മെൻഷൻ ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് വീക്കിൽ ഞാൻ പർച്ചേസ് ചെയ്തതാണ്, കഴിഞ്ഞ ആഴ്ച പർച്ചേസ് ചെയ്ത ലാപ്ടോപ്പിനാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ബോഡി ഒന്ന് നോക്കാം. I'm writing to bring to your notice that malfunction of laptop invoice. അപ്പോൾ നമ്മൾ ഏത് നമ്മൾ ലാപ്ടോപ്പിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. വിച്ച് ഐ പർച്ചേസ് ഫ്രം യുവർ സ്റ്റോർ ഓൺ 25th September. അപ്പോൾ കുറച്ച് മുമ്പ് അല്ലേ, 2 ദിവസം മുമ്പാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. ഡിവൈസ് ഹാസ് ബീൻ ഗിവിംഗ് കോൺസ്റ്റന്റ് പ്രോബ്ലം സിൻസ് ദ വെരി നെക്സ്റ്റ് ഡേ ഓഫ് ദ പർച്ചേസ്. അപ്പം പർച്ചേസ് ചെയ്ത് പിറ്റേ ദിവസം തൊട്ടേ അതിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ദ സ്ക്രീൻ ഗോസ് ബ്ലാക്ക് സഡൻലി. പെട്ടെന്ന് സ്ക്രീൻ എന്തായി, നമ്മൾ 13 Pro ഒക്കെ സ്ക്രീൻ പോലെ പെട്ടെന്ന് അങ്ങ് കളർ അങ്ങ് മാറി ബ്ലാക്ക് ആയി പോറുണ്ട്. ദ സിസ്റ്റം ഹാങ്സ് frequently and the battery does not last even for an hour. അപ്പോൾ സിസ്റ്റം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുന്നുണ്ട്, ബാറ്ററി തീരെ നിൽക്കുന്നില്ല, വളരെ മോശമാണ്, സിസ്റ്റത്തിന്റെ കാര്യം വളരെ മോശമാണ്. such defects in a newly purchased products are unacceptable. അപ്പോൾ പുതുതായിട്ട് വാങ്ങിയ ഒരു സാധനത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് unacceptable ആണെന്നാണ് പറഞ്ഞത്. I request you to kindly arrange for an replacement of the laptop at the earliest or provide a full refund as per company policy. അപ്പോൾ കമ്പനി പോളിസി അനുസരിച്ച് പെട്ടെന്ന് തന്നെ റീഫണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾ തിരിച്ചെടുക്കുക എന്ന് പറയാണ്. ഓക്കെ, റീപ്ലേസ് ചെയ്ത് തരാൻ പറയാണ്, എനിക്ക് തിരിച്ചെടുത്ത് വേറൊരു ലാപ്ടോപ്പ് തരിക, അല്ലെങ്കിൽ ഞാൻ തന്ന പൈസ കംപ്ലീറ്റ് ആയിട്ട് റീഫണ്ട് ചെയ്യുക. ഇതാണല്ലോ നിങ്ങളുടെ കമ്പനി പോളിസി. അപ്പോൾ അത് ചെയ്യാനാണ് പറയുന്നത്. ഐ എം എൻക്ലോസിംഗ് എ കോപ്പി ഓഫ് പർച്ചേസ്
പർച്ചേസ് ബിൽ ഫോർ യുവർ റെഫറൻസ് അല്ലേ, നമ്മൾ പൊതുവെ കൊടുക്കും. ഇതേപോലെ ലാപ്ടോപ്പ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബില്ല് അല്ലേ നമ്മൾ പർച്ചേസ് ചെയ്തെന്നുള്ളതിന്റെ ആകെയുള്ള ഒരു പ്രൂഫ് എന്ന് പറയുന്ന ബില്ല്. അപ്പോൾ അത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. ഐ ഹോപ്പ് യു വിൽ ടേക്ക് പ്രോംപ്റ്റ് ആക്ഷൻ ഇൻ ദ മാറ്റർ ആൻഡ് മെയിൻറ്റെയിൻ ദ റെപ്യൂട്ടേഷൻ ഓഫ് യുവർ എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമ്പനീന്റെ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു വിചാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യുവർ സിൻസിയർലി എന്ന് പറഞ്ഞ എൻഡ് ചെയ്യാണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇതിന്റെ ബോർഡിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഫ്രം ഡേറ്റ് ടു സബ്ജക്ട്. ഓക്കെ, പിന്നെ സർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക, ബോഡി എഴുതുക, എന്നിട്ട് യുവർ സിൻസിയർലി ലാസ്റ്റ് ആയിട്ട് നമ്മൾ പേര് എഴുതി അവസാനിപ്പിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി 9th വരാൻ ചാൻസ് ഉള്ളത് ഇമെയിൽ ആണ് കേട്ടോ. ഇമെയിലും ഏകദേശം സെയിം ഫോർമാറ്റ് ആണ്. ഇമെയിലിൽ ആർക്കും വലിയ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ലെറ്റർ എഴുതാൻ പഠിച്ച ആൾക്കാർക്ക് എന്ത് എഴുതാം, ഇമെയിൽ എഴുതാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇമെയിൽ എഴുതുന്നത് നമ്മൾ ട്രാവൽസിലേക്കാണ് നമ്മൾ ഇമെയിൽ എഴുതുന്നത് കേട്ടോ. ഓക്കെ, ഒരു ബസ് ടിക്കറ്റ് ക്യാൻസൽ ഇത് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇമെയിലിന്റെ ഫോർമാറ്റ് ഒരിക്കലും ചേഞ്ച് ആവില്ല കേട്ടോ. അപ്പോൾ ബസ് ടിക്കറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവാണ്, അപ്പോൾ അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ടു ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ എന്താ എഴുതിയത്, ഫ്രം ആണ് അല്ലേ. ആദ്യം ടു ആണ്. ആർക്കാണ് നമ്മൾ ഈ ഒരു ഇമെയിൽ അയക്കാൻ പോകുന്നത്, ടു. ഓക്കെ, ടു ആണ്. ഫ്രം ആരാണ് നമ്മളെ പേര് പിന്നെ കൊടുക്കുക, ഫ്രം @gmail.com. ഈ ഒരു സംഭവം വരും അല്ലേ, നമ്മൾ മെയിലാണ് അയക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പേര് എഴുതുക @gmail.com, യഥാർത്ഥ ഇമെയിലൊന്നും എഴുതണ്ട. ഇനി സബ്ജക്ട് കൊടുക്കുക. എന്താണ് സബ്ജക്ട്? റിക്വസ്റ്റ് ഫോർ ക്യാൻസലേഷൻ ഓഫ് ബസ് ടിക്കറ്റ് ടു ബാംഗ്ലൂരിലേക്ക് ഞാനൊരു ബസ്സിന്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എൻ്റെ ഈ ഒരു ലെറ്ററിൽ ഈ ഒരു ഇമെയിലിൽ വരാൻ പോകുന്ന കാര്യം. ഇതാണ് നമ്മൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, ഇനി റെസ്പെക്റ്റഡ് സർ ഓർ മാഡം, എന്നിട്ട് റെസ്പെക്റ്റഡ് സർ നമ്മൾ എല്ലാത്തിനും എഴുതണം കേട്ടോ. റെസ്പെക്റ്റഡ് സർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ഐ ഹാഡ് ബുക്ക് ബസ് ടിക്കറ്റ് വിത്ത് യുവർ ഏജൻസി ഫോർ ട്രാവൽ ഫ്രം മുംബൈ ടു ബാംഗ്ലൂർ. മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഞാനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്തത് 10th സെപ്റ്റംബറിലാണ്. 12th സെപ്റ്റംബർ വരെയാണ് ഉണ്ടായിരുന്നത്. ഡ്യൂ ടു ആൻ അർജന്റ് ചേഞ്ച് ഇൻ ദ സ്കെഡ്യൂളിൽ ചെറിയൊരു ചേഞ്ച് വന്നതിന് കാരണം ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ട്രാവൽ ഓൺ ദീസ് ഡേയ്സ്. എനിക്ക് ആ ഡേയ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഡേയ്സിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൈൻഡ്ലി ക്യാൻസൽ മൈ ടിക്കറ്റ്സ് ആൻഡ് ദ ഹോട്ടൽ അക്കോമഡേഷൻ ദാറ്റ് വാസ് ബുക്ക്ഡ് അലോങ് വിത്ത് ദാറ്റ്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഞാൻ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു, ഹോട്ടലിലുള്ള അക്കോമഡേഷനും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബസ് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഹോട്ടൽ അക്കോമഡേഷനും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എനിക്കൊന്ന് ക്യാൻസൽ ചെയ്ത് തരണം. ഐ വിൽ ഇൻഫോം യു അബൌട്ട് ദ റിവൈസ്ഡ് ഡേറ്റ് ഷോർട്ട്ലി. ഞാൻ എന്താണ് പെട്ടെന്ന് തന്നെ ഇനി വരാൻ പോകുന്നത്, അതായത് ഞാൻ എടുക്കാൻ പോകുന്ന ഡേറ്റ് ഞാൻ പെട്ടെന്ന് തന്നെ അറിയിക്കാം. ഐ റിഗ്രറ്റ് ദ ഇൻകൺവീനിയൻസ് കോസ്റ്റ്. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ ഞാൻ എന്താണ് സോറി പറയുന്നു അല്ലേ, ഐ റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ സോറി പറയുന്നു എന്ന് പറയാം. ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് കൺഫേം ദ ക്യാൻസലേഷൻ അറ്റ് ദ ഏർലിയസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ക്യാൻസൽ ചെയ്താലേ റീഫണ്ട് കയറുള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് തരുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താങ്ക് യു ഇൻ ദി ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് യുവർ സിൻസിയർലി എന്ന് പറഞ്ഞ് നമ്മൾ പേര് കൊടുത്ത് അവസാനിപ്പിക്കാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ മെയിൽ ചെയ്താണ് നമ്മൾ പഠിച്ചില്ലേ, ആകെയുള്ള ഡിഫറൻസ് ഫ്രം ടു എന്നുള്ളതാണല്ലേ. പിന്നെ സബ്ജക്ട് ചെയ്താൽ അവിടെ ഡേറ്റ് കാര്യങ്ങളില്ല, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ ടു ഫ്രം സബ്ജക്ട് ഇത്രേ ഉള്ളൂ നമ്മൾ മെയിലിൽ. മറ്റേത് ഫ്രം ഡേറ്റ്, ടു സബ്ജക്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് റിസപ്ഷനിസ്റ്റ് ആൻഡ് ESP ഓഫീസ് യൂസ്. ഈ ഒരു സംഭവം നമ്മൾ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നുണ്ട് കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതാ, എ കസ്റ്റമർ കോൾസ് അൺഹാപ്പി ബിക്കോസ് സർവീസ് വാസ് നോട്ട് ഡെലിവേർഡ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. അൺഹാപ്പി ആയിട്ടുള്ള, അതായത് ഒരു കസ്റ്റമർ വളരെ അൺഹാപ്പി ആയിട്ട് കോൾ ചെയ്യാണ്. എന്താ റീസൺ എന്താണ്? അവർക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള സർവീസസ് കൊടുത്തിട്ടില്ല, അവർക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഔട്ട്ലൈൻ ദ പ്രൊസീജിയേഴ്സ് ടു അഡ്രസ് ദ കംപ്ലയിൻസ്. അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യാന്നാണ് ചോദിക്കുന്നത്. when a customer calls unhappy, the receptionist should first greet the caller. ആദ്യം എന്താ ചെയ്യേണ്ടത്? യെസ്, നമുക്കറിയാം അല്ലേ, നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് ഓക്കെ അല്ല, നമ്മൾ അപ്പം തന്നെ കസ്റ്റമർ സർവീസിലേക്ക് വിളിക്കും. ആദ്യം തന്നെ ഹലോ സർ എന്ന് പറയോ? ഇല്ല, ഹലോ ഗുഡ് മോർണിംഗ് സർ എന്നാ പറയല്ലേ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഗ്രീറ്റ് ചെയ്യും. ഓക്കെ, കോളറെ ഗ്രീറ്റ് ചെയ്യും പൊളൈറ്റ്ലി ആൻഡ് ലിസൺ അറ്റൻറ്റീവ്ലി വിത്തൗട്ട് ഇന്ററപ്ഷൻ. എന്നിട്ട് എന്താണ് അപ്പുറത്തുള്ള ആളല്ലേ, നമ്മളാണ് സംസാരിക്കുന്ന ആൾ, അപ്പൊ ഓപ്പോസിറ്റുള്ള ആൾ എന്താ ചെയ്യുക? കേട്ട് നിൽക്കും. ഓക്കെ, ഇന്ററപ്റ്റ് ചെയ്യാതെ കേട്ട് നിൽക്കും. ദ റിസപ്ഷനിസ്റ്റ് ഷുഡ് ദെൻ അപ്പോളജൈസ് സിൻസിയർലി ഫോർ ദ ഇൻകൺവീനിയൻസ്. എന്നിട്ട് അവർക്ക് വന്നിട്ടുള്ള ഇൻകൺവീനിയൻസിൽ നമ്മൾ എന്ത് പറയും? ഓ സോറി സർ, ഞങ്ങളുടെ ഭാഗത്ത് പറ്റി മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് നമ്മൾ ശരിക്കും എന്ത് പറയും? സോറി പറയും. ഓക്കെ, എക്സ്പ്രസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ കസ്റ്റമേഴ്സ് കൺസേൺ. ആ ഒരു കസ്റ്റമറുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് പറയും? സോറി പറയും. ആഫ്റ്റർ ദാറ്റ് ദ റിസപ്ഷനിസ്റ്റ് ഷുഡ് റെക്കോർഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ കംപ്ലയിൻസ്. എന്നിട്ട് അവരുടെ കംപ്ലയിന്റ് എന്താണെന്നുള്ളത് എഴുതി വെക്കും അല്ലെ, റെക്കോർഡ് ചെയ്യും. ഇൻക്ലൂഡിംഗ് ദ നാച്ചർ ഓഫ് ദ സർവീസ് പ്രൊവൈഡ്. എന്നിട്ട് അവർക്ക് എങ്ങനെയുള്ള സർവീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്, എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്, അതിൽ അവർക്കുള്ള കംപ്ലയിന്റ് എന്താണ്, ഇതൊക്കെ അവർ റെക്കോർഡ് ചെയ്യും. ദ ഇഷ്യൂ ഫേസ്ഡ് ആൻഡ് എനി സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻസ്. ഓക്കെ,
അപ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫോർമേഷൻസ് ഉണ്ട് അതും അവർ റെക്കോർഡ് ചെയ്യും. ദ മാറ്റർ ഷുഡ് ദെൻ ഫോർവേഡ് ഇമ്മീഡിയറ്റ്ലി ടു ദ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ ആക്ഷൻ എടുക്കേണ്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു കംപ്ലൈന്റ് സെൻഡ് ചെയ്യും. ഫൈനലി ദ റിസപ്ഷനിസ്റ്റ് ഷുഡ് അഷ്യൂർ ദ കസ്റ്റമർ ദാറ്റ് ദ കംപ്ലൈന്റ്സ് വിൽ ബി അഡ്രസ് ക്വിക്ലി ആൻഡ് ഇഫ് പോസിബിൾ പ്രൊവൈഡ് എ ഫോളോ അപ്പ് കോൾ ഇൻ കൺഫേം സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു തിരിച്ചൊരു കോൾ ചെയ്യുക അല്ലേ. അതായത് കസ്റ്റമർ സർവീസ് എന്താ നമ്മൾ ഓക്കെ സാർ ഇപ്പം എല്ലാം ശരിയായില്ലേ, ഓക്കെ താങ്ക് യു സാർ എന്ന് പറഞ്ഞുള്ള ഒരു കോൾ കാണാം. അപ്പോൾ ആ ഒരു കോളും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഒരു കസ്റ്റമർ സർവീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ കസ്റ്റമർ അൺഹാപ്പി ആണെങ്കിൽ അവരെ ഹാപ്പി ആക്കുക എന്നുള്ളത് ഈ കസ്റ്റമർ സർവീസിൽ ഇരിക്കുന്ന ഒരാളുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തതൊരു റോൾ പ്ലേ ആണ്, ഒരു കോൺവെർസേഷൻ ആണ്. ഈ ഒരു കോൺവെർസേഷൻ എല്ലാവരും എങ്ങനെ എഴുതാമെന്ന് എനിക്കറിയാം. ആദ്യം റിസപ്ഷനിസ്റ്റ് ആണ് ഗുഡ് മോർണിംഗ് സാർ, പിന്നെ ഡയറക്ടർ ഗുഡ് മോർണിംഗ് പറയും. അങ്ങനെ പറഞ്ഞാൽ കുറേ നേരം ആ ഒരു താങ്ക് യു സാർ, വെൽക്കം സാർ, ഈ ഒരു സംഭവം വരും. അപ്പൊ എന്തെങ്കിലും ഒരു കോണ്ടന്റ് അതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ റോൾ പ്ലേ ആണ്, ഇതൊരു കോൺവെർസേഷൻ ആണ്. ഒരു റിസപ്ഷനിസ്റ്റും ഡയറക്ടറും തമ്മിലുള്ള ഒരു മീറ്റിങ്ങിനെ പറ്റി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞോണ്ട് എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, ഫുഡ് വേണമെന്നൊന്നും പറഞ്ഞാൽ പോരാ, എന്താണ് അവിടെ കൺസേൺ എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഈ ഡയറക്ടർക്ക് ആവശ്യം എന്നുള്ളത് ഇവിടെ എന്താണ് ഇവിടെ കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവരേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ഈ കോൺവെർസേഷനിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ റിസപ്ഷനിസ്റ്റ് ആദ്യം പറയുന്നത് ഗുഡ് മോർണിംഗ് സർ. അപ്പോൾ റിസപ്ഷനിസ്റ്റ് അവിടെ നിൽക്കുകയാണ്. ആദ്യം എന്താ പറയാ? ഗുഡ് മോർണിംഗ് സർ, ഹൗ മേ ഐ ഹെൽപ്പ് യു? എങ്ങനെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഡയറക്ടർ എന്താ പറയുന്നത്? ഐ നീഡ് ടു അറേഞ്ച് എ മീറ്റിംഗ് വിത്ത് ദ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ടുമോറോ. എനിക്ക് നാളെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പൊ അത് അറേഞ്ച് ചെയ്യാനാണെന്ന് ഞാൻ വന്നിട്ടുള്ളത് പറയാണ്. അപ്പൊ റിസപ്ഷനിസ്റ്റ് എന്താ പറയുന്നത്? സർട്ടൻലി സർ, വാട്ട് ടൈം വുഡ് യു ലൈക്ക് മീ ടു സ്കെഡ്യൂൾ ഇറ്റ്? അപ്പൊ ഏത് സമയത്താണ് ഞാൻ അത് സ്കെഡ്യൂൾ ചെയ്യേണ്ടത്, ഏത് സമയത്താണ് അത് ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഡയറക്ടർ എന്താ പറയുന്നത്? പ്ലീസ് ഫിക്സ് ഇറ്റ് ഫോർ 11 AM, 11 മണിക്ക് ഫിക്സ് ചെയ്തോളൂ. ഇൻ ദ കോൺഫറൻസ് ഹാൾ, എവിടെയാണെന്ന് പോലെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിലായിട്ട് അത് ഫിക്സ് ചെയ്യാൻ പറയാണ്. അപ്പൊ റിസപ്ഷനിസ്റ്റ് പറയാണ് നോട്ടഡ് സർ. ഓക്കെ, ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട് സർ. ഐ വിൽ കൺഫേം അവൈലബിലിറ്റി വിത്ത് ഓൾ പാർട്ടിസിപ്പൻസ് ആൻഡ് എൻഷുർ ദ ഹാൾ ഇസ് റെഡി. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തോളാം, പാർട്ടിസിപ്പേഷൻ ഉണ്ടോ നോക്കിക്കോളാം, നിങ്ങളെ ഹാള് ഞാൻ റെഡി ആണോ നോക്കിക്കോളാം എന്ന് പറയാം. അപ്പൊ ഡയറക്ടർ പറയുന്നത് എന്താണ്? ഗുഡ്, പ്ലീസ് ഓൾസോ അറേഞ്ച് ഫോർ റിഫ്രഷ്മെന്റ്. വരുന്ന ആൾക്കാർക്ക് കുടിക്കാൻ എന്തെങ്കിലും അതൊന്ന് സെറ്റ് ചെയ്യണമെന്ന് പറയാണ്. അപ്പൊ റിസപ്ഷനിസ്റ്റ് എന്താ പറയുന്നത്? ഓഫ് കോഴ്സ് സാർ, എവറിത്തിങ് വിൽ ബി ഓർഗനൈസ്ഡ്. അപ്പൊ എല്ലാം നിങ്ങൾ പറഞ്ഞ പ്രകാരം ഓർഗനൈസ്ഡ് ആയിരിക്കും. പിന്നെ ഡയറക്ടർ അപ്പൊ എന്താ പറയാ? യെസ്, എല്ലാം ചെയ്താന്ന് പറഞ്ഞാൽ താങ്ക് യു എന്ന് പറയുന്നു. അപ്പൊ റിസപ്ഷൻ യു ആർ മോസ്റ്റ് വെൽക്കം സർ. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് വളരെ പൊളൈറ്റ് ആയിട്ട്. ഇവിടെ നമ്മൾ ഈ ലാംഗ്വേജ് യൂസ് ചെയ്ത് ക്ലിയർ അല്ലേ? ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. വളരെ പൊളൈറ്റ് ആണ് റിസപ്ഷനിസ്റ്റ് നിന്നിട്ടുള്ളത്. ഡയറക്ടർ അവരുടെ ആവശ്യം പറയുന്നു, അത് വളരെ പൊളൈറ്റ് ആയിട്ട് കേട്ടിട്ട് അതിന് വളരെ നല്ല രീതിയിൽ ആൻസർ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇതോടുകൂടെ നമ്മൾ 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. യെസ്. അപ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ 10 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തായാലും എക്സാമിന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, എക്സാമിന് ഇത് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.